ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്വല്പം വ്യത്യസ്തമായ ഒരു തലത്തിലാണ്. ക്ലെൻസ് അവർ ബോഡി ആൻഡ് മൈൻഡ്. നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും നമുക്ക് എങ്ങനെ ക്ലെൻസ് ചെയ്യാം, എന്താണ് അതിന് വേണ്ട സ്റ്റെപ്പുകൾ. ഒത്തിരിയും സൈക്കോളജിക്കൽ ടൂൾസ് ഉണ്ട്. അങ്ങനെയുള്ള ചില ടൂളുകളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് നമ്മളിങ്ങനെ ടോപ്പിക് ഇട്ടത്. പ്രധാനമായിട്ടും ബോഡിയും മൈൻഡും ഏകദേശം ഒരു തൂവൽ പക്ഷികളാണെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. മനസ്സിൽ എന്തുണ്ടായാലും അതിൻ്റെ ഒരു ചലനം തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെ നമുക്ക് ബോഡിയെയും മൈൻഡിനെയും ഒരുപോലെ ഒന്ന് കൺവിൻസ്ഡ് ആക്കാം, എങ്ങനെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം, എങ്ങനെ നമുക്ക് രണ്ടുപേരെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്ത. അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ഓൾഡ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കൊരു സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലുണ്ട്, അത് വളരെ പഴയതാണ്. ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മളെ കുട്ടികൾ നമ്മളോട് പറയാറുണ്ട്, പഴയ ജനറേഷനാ, ഗുണമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. പ്രത്യേകിച്ച് ഈ മൊബൈലും കൂടെ വന്നതോടുകൂടി നമ്മൾ അങ്ങനെ ഒരു തികച്ചും സാധാരണക്കാരനാക്കി മാറ്റി എന്നുള്ളതാണ്. കാരണം ഏതൊരു മൊബൈലിന്റെ ഏതൊരു ആപ്ലിക്കേഷൻ സൈഡിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ മക്കളുടെ സഹായം ആവശ്യം വരും. അതില്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കൊറോണ നമ്മളെ ഔട്ട്ഡേറ്റഡ് ആക്കാൻ ഒരു കാരണമായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധി വരെ ശരിയാണെന്നൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോയി നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മുടെ ഈ ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ ചില പ്രത്യേകതകളാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. ഇതിനെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ ഒത്തിരി വഴികൾ നമുക്കറിയാം. നമുക്ക് കേട്ടിട്ടുണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഒന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം വരുത്താം. എന്താണ് ഈ പ്രോബ്ലംസ്? പിന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്ന TA വരുന്ന സ്ക്രിപ്റ്റ് അനാലിസിസ്. പിന്നെ നമ്മൾ ഫ്രൂഡിയൻ തിയറിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതുപോലെ ഫിക്സേഷനിലൂടെ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഈ ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ എത്രമാത്രം അക്യുമുലേഷൻ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ചില മാർഗങ്ങളാണ്. അപ്പൊ വളരെ കൃത്യതയോടുകൂടി ഈ ഓൾഡ് സോഫ്റ്റ്വെയറിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഒന്ന് റീസർവീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുക. എന്നിട്ട് നമ്മളുടേതായ ഈ ന്യൂ ജനറേഷനിലേക്ക് നമ്മളൊന്ന് മാറുക. ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സൂമിലൊന്നും വന്നിരിക്കത്തില്ല, അല്ലെ? സൂമിൽ വന്നിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ പ്രോഗ്രാമിനെയൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒത്തിരി റീപ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നല്ലോണം ഒരു ക്ലെൻസിങ് നടക്കുന്നുണ്ട്. ഒരു ഓൾഡ് സോഫ്റ്റ്വെയറിനെ മാക്സിമം നമ്മളെ കൊണ്ടാകാവുന്ന തലത്തിലെല്ലാം നമ്മൾ അതിനെ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ പിടി നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് ഈ സോഫ്റ്റ്വെയർ? ജസ്റ്റ് ഒന്ന് അഡ്മിറ്റ് ചെയ്ത് പറയാമോ? എന്താണ് ഈ ഇപ്പോൾ ഉള്ള സോഫ്റ്റ്വെയറിന്റെ നമ്മളിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നം? നമുക്ക് ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല, അപ്പൊ നമുക്കൊന്ന് ഇന്ററാക്ട്. നമ്മുടെ എത്ര ലിമിറ്റിംഗ് ബിലീഫ്, നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ്. യെസ്, നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്. ശരിയാണ്. പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമില്ലായ്മ, ധൈര്യമില്ലായ്മയോ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമില്ലായ്മയോ, ഒരു ചെറുപ്പത്തിൽ കയറിയ പ്രോഗ്രാം ആയിരിക്കാം, ഓൾഡ് പ്രോഗ്രാമിൽ പെട്ടതായിരിക്കാം. ഒന്ന് നിന്നെ കൊണ്ടാവില്ല, അല്ലെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള രീതിയിൽ ലിമിറ്റിംഗ് ബിലീഫ്, കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെ? ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ പലപ്പോഴും പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും പറയും, നമ്മളിങ്ങനെ പറയും, സാറിനെ വല്ലതും പുറകോട്ട് വലിക്കുന്നുണ്ടോ? അതായത് നമ്മൾ അങ്ങനെ ചെയ്തു പോയാൽ അത് തെറ്റുമോ? ഞാനും പലപ്പോഴും മക്കളോട് ചോദിച്ചിട്ടാണ് ഈ പഠനത്തിന് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ചെയ്യുന്നതും ഒക്കെ തന്നെ. അപ്പൊ ലവന്മാരുടെ മുഖത്ത് ഒരു ചെറിയ ചിരി പൊട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിരിക്ക് മറുപടിയും കൊടുക്കാറുണ്ട്.
മക്കളെ നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ പുറകോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ചവിട്ടിയേച്ചും പോയേക്കും. അതൊരു എസ്കേപ്പിസം മാത്രമാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ച് മാത്രമല്ല, നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ആസ് സച്ച് അങ്ങനെയാണ്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമാണ് എന്നൊരു തോന്നൽ കൊണ്ടാണ് പലപ്പോഴും ഈ മുണ്ട് അഴിഞ്ഞു പോകുമ്പം വീണ്ടും വീണ്ടും മകൻ ഉടുപ്പിക്കുമ്പോൾ ആ പരസ്യം നമുക്കറിയാം. ആ അവസ്ഥ തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. നമ്മളുടെ തുടക്കത്തിൽ, നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ ഇത്രയും ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവിടെ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് അവിടെ സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഓർക്കുന്നില്ല, നമ്മൾ ഓർക്കും നമ്മുടെ ഫാദറും മദറും പറയുന്നത് തന്നെ കേട്ടിട്ടാണ് നമ്മൾ വളർന്നത്. അവിടെ ഒരു പക്ഷെ ഒരു വലിയ സോഫ്റ്റ്വെയർ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവർ പറയുന്നതെല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നു. അവർ ഇപ്പൊ ഈവൻ നമ്മൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു 1984 കാലഘട്ടങ്ങളിലായിരിക്കണം ആദ്യമായിട്ട് TV വീടുകളിൽ വരും. അല്ല 84 ഐ തിങ്ക്. ആ കാലഘട്ടങ്ങളിലൊക്കെയാണ്, സോറി 84 അല്ല 94 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ജോലി കിട്ടി. 89 90 കാലഘട്ടങ്ങളിൽ. അപ്പൊ ആ ആദ്യമായിട്ട് TV കാണുമ്പം അതൊരു ചെറിയ സംശയമൊക്കെ ഉണ്ടെങ്കിലും നമ്മളും മാതാപിതാക്കളും ഒക്കെ ഒരുപോലെ തന്നെയാണ്. കാരണം ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമില്ല. കാരണം സ്വിച്ച് ഓൺ ചെയ്യുകയും ഒരു ചാനലും അന്ന് ഈ ചാനലും ഇല്ല, കാരണം അന്ന് ദൂരദർശനാണ്. അപ്പൊ അവിടെ ഒരു വലിയ പ്രോഗ്രാം ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ആകെ വന്നത് കുറച്ച് ദൂരദർശൻ വന്നെങ്കിൽ പിന്നെ ഹിന്ദി കേൾക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ. പക്ഷെ ഇന്ന് നമ്മളുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറും. ഒരിക്കലും നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു എന്നുള്ളതാണ്. എവിടെയും നമ്മൾ ഫെയിലിയർ ആണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പേരന്റിങ്ങിന്റെ ശക്തിയാന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ജ്യോതികുമാർ സാർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും. ആർക്കെല്ലാം പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം, നമ്മൾ വേറെ ഒത്തിരി പേരില്ല. ജോബി സാർ. സാറേ ഞാൻ ജസ്റ്റ് കയറിയതേ ഉള്ളൂ, ഞാൻ കേട്ടില്ല. നമ്മുടെ ഓൾഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. നമ്മുടെ ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തീരെ ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ള ചിന്തയായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ആ ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ച് നോക്കാം. ഒന്ന് ഇതാണ്, ഐ ആം ലേസി. രാവിലെ നമ്മൾ എഴുന്നേക്കാൻ മടിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം മതി. ആരെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളിപ്പം അലാറം വെച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്, ഒറ്റ അലാറം നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് പ്രശ്നമാണ്. ഇവിടെ എല്ലാം ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ വളരെ ലേസിയാണ്. പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ഡെസ്പറേറ്റ് ആണ്. ഇനി ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യും? എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ. ഡെസ്പറേറ്റ് ആകാനുള്ള സാധ്യത. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്നതാണ്, ഐ എം സോ സാഡ്, ഇന്നിനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്? നോട്ട് ഏബിൾ ടു വർക്ക്, ടോട്ടലി വറി. ഇന്നത്തെ അഫർമേഷനേ ശരിയല്ല, തുടക്കമേ ശരിയല്ല എന്ന് തോന്നുന്ന, അല്ലെ? രാവിലെ കാണുന്ന സ്വപ്നം പോലും പലപ്പോഴും നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ റാപ്പിഡ് ഐ മൂവ്മെന്റ്, റം സ്ലീപ്പിൽ ഉണ്ടാകുന്ന ചില സ്വപ്നങ്ങൾ പോലും, പൊതുവെ സ്വപ്നങ്ങളെല്ലാം നെഗറ്റീവാണ്, പോസിറ്റീവായിട്ട് സ്വപ്നങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും സത്യമായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് മരണത്തെക്കുറിച്ച് വരെ സ്വപ്നം കാണാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം സാഹചര്യങ്ങൾ, നമ്മുടെ സറൗണ്ടിങ്സ് അങ്ങനെയാണ്. ഫിയർ, ഫീലിംഗ് ഇൻസെക്യൂർ, ഐ കോണ്ട് ഡു ഇറ്റ്, അൺഹാപ്പി, നോ ഡിസിപ്ലിൻ, ജലസി, ഇങ്ങനെ പലതരത്തിൽ, ഐ എം നോട്ട് കോൺഫിഡൻറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ, ഈ ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ ഒരു പിടിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഇത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കുണ്ട്. കാരണം നമ്മളെ കണ്ടാണല്ലോ അവർ പഠിക്കുന്നത്. നമ്മളുടെ ശീലങ്ങൾ തന്നെയാണ് അവർ പകർത്തുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കി നമ്മുടെ എല്ലാ ലോജിക്കുകളും അവർക്ക് മനസ്സിലാവും. അവരിപ്പോ ലോജിക്കിന്റെ കാലഘട്ടത്തിൽ എക്സാക്ട്ലി അവർ മനസ്സിലാക്കുന്നത് എന്ത് ലോജിക്കിലാണ് നമ്മൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സോട് കൂടി തന്നെ അവർ ആ ഒരു കോൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കും. അവരുടെ ആ ലാംഗ്വേജിന് പോലും വ്യത്യാസം. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഓൾഡ് സോഫ്റ്റ്വെയർ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒത്തിരിയില്ല. എന്താണ് പിന്നെ ഇതിന്റെ റീസൺസ്? പ്രധാനമായിട്ട് ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നത്, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു വലിയ കടമ്പ തന്നെയാണ്. അപ്പൊ ഈ കടമ്പയിൽ നിന്നുകൊണ്ട് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ചില റീസൺസ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ
ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. ഡിസയർ, നമ്മുടെ ഡിസയർ അത് ഡിസേർവിങ് ആണോ? ഡിസേർവിങ് ആണോ? CARV ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സോ ഡിസേർവിങ് ആണോ? ശരിക്കും നമ്മൾ അർഹതയുള്ളതാണോ നമ്മൾ നോക്കുന്നത്? ഇപ്പൊ നമ്മള് ഇപ്പം എന്നോടൊക്കെ ചോദിക്കുന്നതാണ്, ഈ വയസ്സാം കാലത്ത് എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന, അവർക്ക് നമ്മുടെ ഡിസയർ അല്ല അവരുടെ ഡിസയർ. നമ്മൾ ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചാൽ, ഡിസേർവ് ആയില്ലെങ്കിൽ നമ്മൾ ലൈഫ് ഉണ്ടോ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഈ കൊറോണ കാലത്ത് എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്? അപ്പൊ ഈ ഡിസേർവ്ഡ് ആണ് എന്ന് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പറ്റാതെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഇവിടെ സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രോബ്ലം വരുന്നത്. ഒന്ന്, നമ്മുടെ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങൾ അത് ശരിക്കും ഡിസയറബിൾ ആണോ, ഡിസയറിങ് ആണോ എന്നൊരു ചോദ്യം. രണ്ടാമത് ചോദിക്കുന്നതാണ് നമ്മുടെ പ്ലാനുകൾ, നമ്മൾ ഇതിനു വേണ്ടി എക്സസൈസ് ചെയ്യുന്ന പ്ലാനുകൾ അത് വർക്കബിൾ ആണോ, നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം ചെയ്ത് ഇതിന് ശേഷം നമ്മൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? കൊള്ളാം, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് വർക്ക്, എൻ്റെ അച്ഛൻ മാതൃകയാണ്, എൻ്റെ അമ്മ മാതൃകയാണെന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഓൾഡ് ജനറേഷൻ ഒരു മാതൃകയാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വർക്കബിൾ അല്ലെങ്കിൽ റിയലൈസബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് പ്രശ്നം ഇതാണ്, നമ്മുടെ റിക്വയർമെന്റ്. പലപ്പോഴും നമ്മുടെ റിക്വയർമെന്റ് മോഡറേറ്റ് ആണോ, ഗ്രീഡി ആണോ? ഒരു മോഡറേറ്റ് റിക്വയർമെന്റിലാണോ നമ്മൾ നിൽക്കുന്നത്? നമ്മൾ ശരിക്കും മാന്യമായ ഒരു റിക്വയർമെന്റ് പ്രതീക്ഷിച്ചാണോ ഇത് ചെയ്യുന്നത്? പണം അല്ലെങ്കിൽ പ്രശസ്തി, അതല്ലെങ്കിൽ സോഷ്യൽ ഒരു സ്റ്റെബിലിറ്റി, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ കാരണങ്ങളാണ്. അപ്പം അത് ചോദിക്കുകയാണ്, നമ്മുടെ റിക്വയർമെന്റ്സ് മോഡറേറ്റ് ആണോ, ഗ്രീഡി ആണോ? പിന്നെ വരുന്ന ഇതാണ്, ആക്ഷൻസ് അപ്രോപ്രിയേറ്റ് ആണോ, റിസൾട്ട് ഓറിയന്റഡ് ആണോ? ഇതെല്ലാം കുറെ റീസൺസ് ആണ്. ഈ റീസൺസ് ഫുൾഫിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനിലാണ് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത്, ഇവിടെയാണ് നമ്മുടെ ബോഡിയുടെയും മൈൻഡിന്റെയും പ്രോബ്ലം വരുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഇതിന് രണ്ടും ഒരേപോലെ അഫക്റ്റഡ് ആവും. നമ്മൾ ഈ പറയുന്ന റീസൺസ്, ഒന്ന് ഡിസയർ, പ്ലാന്, വിഷസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ്, പിന്നെ ആക്ഷൻസ്, ഇതെല്ലാം നമ്മൾ എത്തിക്കുന്ന ഒരു നെറ്റ് റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കാനുള്ള ചില കാരണം. എന്തായിരിക്കും അതിന്റെ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒന്നിച്ചാ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മളെ തളർത്തി കളയുന്നുണ്ട്. ബോഡിയും മൈൻഡും ഒരുപോലെ നമ്മളെ തളർത്തുന്നു. നമ്മളിങ്ങനെ പറയും അല്ലെ, നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം എന്നെ കൊണ്ടാക്കി, അല്ലെങ്കിൽ തിരിച്ച് മനസ്സ് പറയുകയാണ്, ഇത് എന്തൊരു ശരീരം, 50 വയസ്സ് 60 വയസ്സായപ്പോഴത്തേക്ക് മുഴുവൻ രോഗമാണ്, എന്തൊരു കഷ്ടം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ബോഡിയും മൈൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. ഒരുപോലെയാണ് എക്സിസ്റ്റ് ചെയ്യുന്ന ബോഡിയും മൈൻഡും. അങ്ങനെ ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ബോഡിക്കും മൈൻഡിനും ഒരുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീആക്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പാസീവ് സ്റ്റേറ്റിലേക്ക് കടന്നു പോകാനുള്ള, അല്ലെങ്കിൽ ഡീമോറലൈസ് ചെയ്തുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകും. എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മൾ ആദ്യം കണ്ടത് നമ്മളുടെ ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇനി നമുക്കുണ്ടായ ഈ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് തീർച്ചയായിട്ടും ഈ ന്യൂ ജനറേഷനിൽ നമുക്ക് ചിന്തിച്ച് കൂട്ടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്. എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്? നടന്ന വഴികൾ അല്ലെ, നടന്ന വഴികളെ കുറിച്ച് നമുക്കുള്ള അറിവ്, നമ്മൾ കടന്നുപോയ വഴികൾ, ഇല്ലെങ്കിൽ നമ്മളെ നടത്തിയവർ, ഇല്ലെങ്കിൽ നമ്മളുടെ ഫുട് പ്രിന്റ്സ്, ഇതെല്ലാം ഇതിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ എത്രമാത്രം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നുണ്ട്, എത്ര പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നു? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നൊക്കെ നമ്മൾ ഈ ന്യൂ ജനറേഷൻ സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വർഷം കോവിഡ് കാലത്ത് നമ്മൾ കേട്ട പുതിയ ഒരു അറിവ്, എന്നെ സംബന്ധിച്ചോളം പുതിയ അറിവാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുന്ന ഒരു ജേർണൽ ഉണ്ടെന്നും അത് നമ്മൾ എഴുതണമെന്നും, എത്ര പേർക്ക് എഴുതാമോ അത്രയും പേർക്ക് ഡെയിലി അത് എഴുതാം, രാവിലെ തന്നെ അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിലൂടെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളത് ഒരു ഡയറി പോലെ എഴുതണമെന്ന്. അപ്പൊ നമ്മള് നടന്നു വന്ന വഴികളിൽ നമ്മളെ നടത്തിയവര്, നമ്മള് വന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം മറന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ഫെയിലിയറിനെ അഭിമുഖീകരിച്ചേ പറ്റും. സോ ഫർഗെറ്റ് ടു എക്സ്പ്രസ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. ഒന്നതാണ്. രണ്ട്, നമ്മുടെ ഫുട് പ്രിന്റ്സ്, അടയാളങ്ങൾ സൃഷ്ടിച്ചിട്ടാണോ നമ്മൾ നടക്കുന്നത്? നമ്മളുടെ അടയാളങ്ങൾ വിസിബിൾ ആണോ?
ഇച്ചിടെ ഇപ്പോഴത്തെ പുതിയ രീതിയിൽ പറയുവാണെങ്കിൽ അത് അനുഭവങ്ങൾ ഉള്ളതാണോ, എക്സ്പീരിയൻഷ്യൽ ആണോ? നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് എക്സ്പീരിയൻഷ്യലായിട്ട് നമുക്കത് ഒരു റിസോണൻസിലേക്ക് അല്ലെങ്കിൽ റിഫ്ലക്ഷനിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മളോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നടന്ന വഴി, നമ്മളെ എവിടെയൊക്കെയാണ് നമ്മുടെ ബോഡിയും മൈൻഡും ഏകോപിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നത്. നമ്മൾ ആദ്യം റീസൺസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ പല റീസൺസ് പറഞ്ഞു. ഒന്ന് ഡിസയർ, നമ്മുടെ ഡിസയറുകൾ ഏത് തരത്തിലുള്ളതാണ്. ഒന്ന് പ്ലാനുകൾ ഏത് തരത്തിലാണ്, നമ്മുടെ റിക്വയർമെന്റ്സ്, പിന്നെ നമ്മുടെ ആക്ഷൻസ്. പലപ്പോഴും ആക്ഷൻസിൽ ഉണ്ടാകുന്ന ഫെയിലിയർ, നമ്മുടെ സക്സസ് ആകുമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ പലപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം നമ്മുടെ ഫുട് പ്രിന്റ്സിന് ഒരു ചെറിയ പ്രോബ്ലം വരും. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഫുട് പ്രിന്റ്സ് ഒന്നും വിസിബിൾ ആകുന്നില്ല പബ്ലിക്കിലോ, അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ ആ ക്ലോസ് സർക്യൂട്ടിൽ പോലും വിസിബിൾ ആകാതെ വരുന്ന സാഹചര്യം. ഒന്ന്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. അതിനെക്കുറിച്ചുള്ളൊരു വലിയ ഒരു കോൺസെപ്റ്റ് തന്നെയാണത്. 10 പേർക്ക് ദിവസവും 10 പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്നുണ്ടോ? 10 പേർക്കെങ്കിലും, 10 അല്ല, നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മതിയാകാത്ത വിധം യാത്രകളിലൂടെയാണ് നമ്മൾ കടന്നത്. അപ്പൊ അതൊരു പ്രത്യേക തലമാണ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പവർ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മളാക്കി നിർത്തുന്നത് പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവറാണ് എന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലം. ഇവിടെ നിലനിൽക്കുന്നത് പോലും അതൊരു വലിയ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫീലിംഗ് ആണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം ഇത്രമാത്രം സങ്കീർണമായ ഒരു മഹാമാരിയുടെ കാലത്തും ബലത്തോടെ, ധൈര്യത്തോടെ, ശക്തിയോടെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് സിമ്പലാണ്. അവിടെ വലിയ ഫുട് പ്രിന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഫുട് പ്രിന്റ്. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ കൺട്രോൾ. എത്രമാത്രം ഇമോഷണൽ കൺട്രോളിലാണ് നമ്മൾ? പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്ന ഒരു ഏരിയയും ഇത് തന്നെയാണ്. നമ്മുടെ ഇമോഷൻസ് എത്രമാത്രം നമുക്ക് മാനേജബിൾ ആണോ, എത്രമാത്രം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു തലത്തിലാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ്. ഇനി അഥവാ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്ത് തിരിച്ചറിയാനുള്ള ആ ഒരു റെസിലിയൻസ് പവർ. നാളെ നമ്മൾ റെസിലിയൻസ് പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ റെസിലിയൻസ് പവർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള്, നമ്മൾ ബോഡിയും മൈൻഡിനെയും ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിനായിട്ട് ടൂൾ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് തന്നെയാണ് പഠിച്ചത്. എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ വേയിൽ ഇമോഷണൽ ഇന്റലിജൻസിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. എന്താണ് ശരിക്കും സാർ ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ? ഒന്ന് അഡ്മിറ്റ് ചെയ്ത് പറയാമോ? ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെയാണ് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? സർ, നമ്മുടെ വികാരങ്ങളെ നാം ബുദ്ധിപരമായിട്ട് നേരിടുകയും നമുക്ക് നമ്മളെ തന്നെ രക്ഷപ്പെടുത്താനുള്ള അവസരമാക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസിൽ വരുന്നത്. നമുക്ക് പ്രതികരിക്കുന്നതിന് പല രൂപങ്ങൾ എടുക്കാം. പക്ഷെ നമുക്ക് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും ഒരു സംരക്ഷിത വലയത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിവാണ് ആ ഇമോഷണൽ ഇന്റലിജൻസിൽ നാം പ്രകടിപ്പിക്കുന്നത്. ഒരു വഴക്കുണ്ടാക്കുന്നതിന് പകരം അത് ഇല്ലാതാക്കാൻ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇടപെടലുകളാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇടപെടൽ അല്ലേ സാറേ? ബോധപൂർവമായ ഒരു ഇടപെടൽ. അതെ. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഇമോഷൻ എല്ലാം നിൽക്കുന്ന അൺകോൺഷ്യസ് ലെവലിൽ. നമ്മളുടെ അവസ്ഥ അതാണ്, ഒരു ഓട്ടോ പൈലറ്റിംഗ് മോഡിലോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് തലത്തിലാണ് അത് കടന്നു വരുന്നത്. അവിടെയാണ് ഒരു കോൺഷ്യസ് ഇന്റർവെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് എബിലിറ്റി ടു ഹാൻഡിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് ഇമോഷൻ. പക്ഷെ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് പറയുമ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. നമ്മൾ ഇമോഷൻ എന്ന് കേട്ടാൽ ഉടനെ നെഗറ്റീവാണ്. ആ ഒരു തലത്തിലെത്തി. കാരണം അത്രമാത്രം പരിചയമുള്ള ഒരു വിഷയമാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഒരു പോസിറ്റീവ് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ ആണെന്ന് പോലും നമ്മൾ കൂട്ടുന്നില്ല. ഇമോഷൻ എന്ന് പറഞ്ഞാൽ സാഡ് ആണ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പൊ അത്രമാത്രം. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ മൈൻഡ് ഓവർ ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ടാണ് ശരിക്കും ഇമോഷന്റെ ഏരിയ അല്ലെ? നമ്മൾ ഹൃദയം എന്നാ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ മതപരമായ ഗ്രന്ഥങ്ങൾ ശ്രദ്ധിച്ച് ബൈബിളൊക്കെ ശ്രദ്ധിച്ചാൽ ഹാർട്ടിനെ കുറിച്ചാണ്.
മൈൻഡ് ഓവർ ഹാർട്ട്. അപ്പൊ ഹാർട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ നമ്മൾ മൈൻഡ് കൊണ്ട് കീഴടക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് പവർ കൊണ്ട് കീഴടക്കാനുള്ള ഒരു ചിന്ത. ബെറ്റർ അവയർനെസ് ഓഫ് ഇമോഷൻസ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ അവയർനെസ് ആണ്. അവയർനെസ് കൂട്ടുക, ഏറ്റവും കൂടുതൽ അവയർനെസ്സിലേക്ക് എത്തുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ കോൺഷ്യസ് തലം 50% ഉയർത്തുക, സബ് കോൺഷ്യസ് ലെവലിനെ നമുക്ക് ഒതുക്കുക. ദ വേ വി വിത്ത് നെഗറ്റീവ് സിറ്റുവേഷൻസ്, എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്തത്? വേ വി റിയാക്ട്, നെഗറ്റീവ് റിയാക്ഷനെ ആ സമയങ്ങളിൽ സിറ്റുവേഷൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും, ഒരു എബിലിറ്റി ടു ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അപ്പൊ അവിടെയാണ് ശരിക്കും ഇമോഷൻ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനെ ഇന്ന് നമ്മൾ കാണുന്നത്. ഒരു നെഗറ്റീവ് ഇമോഷന്റെ സാധ്യതയായിട്ടാണ് തീർച്ചയായിട്ടും ഇമോഷണൽ ഇന്റലിജൻസിനെ നമ്മൾ മുന്നോട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, എവിടെ നിന്നാണ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒരുപോലെ അഫക്റ്റഡ് ആക്കുന്ന ഈ ഇമോഷൻസ്, തീർച്ചയായിട്ടും ഇമോഷൻസ് എന്ന് പറയുന്നത് മൈൻഡിന്റെ ഇന്നർ സെല്ലാണെന്ന് നമുക്കറിയാം. തോട്ട്സും ഇമോഷൻസുമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. അതിൻ്റെ ബിഹേവിയറിലേക്ക് കടന്നു വരുന്ന മൈൻഡിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ്? ഇത് ഇപ്പോഴുണ്ടോ, അതോ നമ്മൾ ഇതിനെ ഇപ്പോഴും സ്റ്റിൽ ഡെവലപ്പിംഗ് ആണോ, അല്ലെങ്കിൽ ഇപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ടോ? ഈ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടോ? നമുക്കറിയാം 3 തരത്തിൽ വേണമെങ്കിൽ അതിനെ ചിന്തിക്കാം. ഒന്ന് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് നമുക്ക് അതിനെ തിരിക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫാൻസിയുടെ വളരെ ചെറുപ്പക്കാലത്ത്, കുട്ടിക്കാലത്ത്, നമ്മളതിനെ 0 to 6 years എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക് ഇമോഷന്റെ ലെവലാണ്. അവിടെയാണ് 70% ഇമോഷണൽ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ 6 വയസ്സിൽ ഒരു വ്യക്തി, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുമ്പോൾ ചൈൽഡ്, ഫ്രീ ചൈൽഡ് എന്ന് പറഞ്ഞൊരു തലമുണ്ട്. ഫ്രീ ചൈൽഡ് അതൊരു ഈഗോ സ്റ്റേറ്റ് ആണ്. ഈ ഫ്രീ ചൈൽഡിന്റെ ഈഗോ സ്റ്റേറ്റ് ആണ് നമ്മളുടെ ഈഗോ സ്റ്റേറ്റ്. ആ ഫ്രീ ചൈൽഡിലേക്ക് എപ്പോഴൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മുടെ റെസിലിയൻസ് പവർ. ഈ റെസിലിയൻസ് പവറിൽ എത്തുമ്പോഴാണ് നമ്മളുടെ നാച്ചുറൽ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തി ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മൾ ഹാപ്പി ആയി ഇരിക്കാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ലോവർ ഒരു കുട്ടിയുടെ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ബൈബിളിലേക്ക് പറയുന്നത്, നിങ്ങൾ കുട്ടികളാകുന്നില്ല എങ്കിൽ, കുട്ടികളുടെ ആ ബിഹേവിയറിലേക്ക് നിങ്ങൾ കടന്നു വരുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പറയുന്ന ഹെവനിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി സ്കോർ എന്നാണ് അതിന് പറയുന്നത്, പേഴ്സണാലിറ്റി സ്കോർ. അപ്പൊ ഈ 6 വയസ്സിന് താഴെയുള്ള കാലഘട്ടങ്ങളിൽ 70% ഇമോഷണൽ പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറെ വേർഡുകൾ, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഇന്നർ ചൈൽഡ്, ഫിക്സേഷൻ, സ്ക്രിപ്റ്റീവ് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതെല്ലാം ഈ 6 വയസ്സ് കാലത്തിൽ ഉണ്ടാകുന്ന 70% ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആ കണ്ടന്റാണ്. പിന്നെ വരുന്നതാണ് 80%. എന്നുവെച്ചാൽ വെറും 10% പിന്നെ ഡെവലപ്മെന്റ് വരുന്നത് 12 വയസ്സ് വരെയുള്ള കാലഘട്ടം, ടീനേജിലേക്ക് എത്തുന്നതിന് മുമ്പ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സോൺ എന്ന് പറയും. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ അവരുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അവരുടെ ഐഡന്റിറ്റി കൃത്യമായിട്ട് ഉണ്ടാക്കുക. ഈ കാലഘട്ടങ്ങളെല്ലാം അതാണ് ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന കാലം. ആണും പെണ്ണും തമ്മിൽ തിരിച്ചറിയുന്ന കാലം, ഞാൻ ആണാണെന്നും പെണ്ണാണെന്നും കൃത്യമായിട്ട് തിരിച്ചറിയുന്ന കാലം, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്ന 10% 18 ടീൻസിന്റെ സമയത്ത് നടക്കും. പിന്നെ 10% ഉള്ളത് അത് നമ്മുടെ പാർട്ട്നേഴ്സിന്, ഇൻലോസിന്, സൊസൈറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ശരിക്കും ഈ 10%-ത്തിലാണ് നമ്മൾ കളിക്കുന്നത്. പക്ഷെ ഈ 10%-ത്തിന്റെ റിസൾട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള 90% എന്ത് സംഭവിച്ചിരിക്കും? പാറ്റേൺ ആയി കഴിഞ്ഞു. അപ്പൊ അത്രമാത്രം നമ്മളുടെ ഡിസൈൻ അങ്ങനെയാണ്. ദാറ്റ് ഈസ് കണ്ടീഷൻഡ് ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ആണ്. 90% കണ്ടീഷൻഡ് ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ആണ്. വെറും 10% നമ്മൾ മൃഗങ്ങളെയൊക്കെ നോക്കിയാൽ നേരെ തിരിച്ചാണത്. 90% അവര് ഇൻബോൺ ആണ്. ബാക്കി 10% പിന്നെ ഡെവലപ്പ് ചെയ്താൽ മതി. മനുഷ്യനെ സംബന്ധിച്ചുള്ള നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഈ ഒരു തലമാണ് ശരിക്കും ഇമോഷണലിനെ കുറിച്ച് പറയുന്നത്, ഇമോഷണൽ പാറ്റേണിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ സ്റ്റിൽ ഹാപ്പനിങ്, നമ്മുടെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലാതീതമായി ചേഞ്ച് വരുത്താൻ നമ്മളെ കൊണ്ട് പറ്റാത്തതിന്റെ കാരണം ഓൾറെഡി ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തതിന്റെ പിന്നിലുള്ള
ചെറിയ ഫ്രെയിംവർക്കുകൾ, ചെറിയ റീപ്രോഗ്രാമിങ്ങുകളാണ് നമ്മൾ പിൽക്കാലങ്ങളിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഇമോഷനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്, ഇമോഷൻസിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രത്യേക തലത്തിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഇമോഷനെ നമുക്കൊന്ന് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇനി നമ്മളൊന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. നമ്മുടെ ഇമോഷൻ പാറ്റേണിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുകയാണ്. നമ്മുടെ ഇമോഷൻ പാറ്റേൺ എന്താണ്? ശരിക്കും ഇമോഷൻ പാറ്റേൺ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ അയൽവാസികളോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് ചോദിച്ചാൽ മതി നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇമോഷണൽ പാറ്റേൺ എന്താണ്. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഒരു ഐഡിയയും കാണാം, പക്ഷെ അവരോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും. അവരൊറ്റ വാക്കിൽ പറയും, അല്ലേ? നമ്മളെ ഒന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എത്ര വാക്കുകൾ ഉപയോഗിക്കും? നമ്മളുടെ ഇമോഷണൽ പാറ്റേൺ ഒന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം. നമ്മൾ അന്ന് പറയുമ്പോൾ തെറ്റിപ്പോവും, വീണ്ടും അടുത്ത് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു അവസാനം നമ്മൾ ഇമോഷണലി വീക്കാണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ തിരിച്ചറിയും. പക്ഷെ പുറത്തുള്ളവരോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അവർ പറയും. ഇവിടെയാണ് നമ്മൾ റിട്രോസ്പെക്ഷൻ. നമ്മൾ നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഹു ആം ഐ എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെയാണ് ചോദിക്കുന്നത്. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾ? അല്ലേ? സെൽഫ് കൺട്രോൾ ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ ഉള്ള വ്യക്തിയാണ് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൺട്രോള് നമ്മളിൽ എത്രമാത്രമുണ്ട് അതിന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനൊരു പ്രത്യേകതയുണ്ട്, ഈ പാറ്റേൺ ഒരു പ്രത്യേകത. വൺസ് ഇൻ എ വൈൽ അല്ല ഇമോഷൻ, ജസ്റ്റ് ചില പ്രത്യേക ഇൻസിഡന്റുകളിൽ ഉണ്ടാകുന്ന ഇമോഷൻ അല്ല, നോട്ട് വൺസ് ഇൻ എ വൈൽ. തന്നെയുമല്ല, ഇത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്, മെമ്മറി ബേസ്ഡ് ആണ്, ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയേണ്ടതാണ്. കുറച്ച് ഹോംവർക്ക് ഉണ്ട് ഇതിന്, ലോജിക്കൽ അല്ല. അപ്പൊ എനിക്ക് അതാണ് നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണോ, ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലേ? പക്ഷെ അത് ഒരു നിമിഷം കൊണ്ട് തെറ്റിപ്പോകുന്ന മറ്റുള്ളവർ പറയുമ്പോഴാണ്. കാരണം മറ്റൊന്നുമല്ല, അവർ പറയുന്ന അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പറയുന്ന നമ്മുടെ ലോജിക്കിൽ നിന്നുമാണ്. കാരണം നമ്മുടെ തിങ്കിങ് പവറിൽ നിന്നാണ് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല ഞാൻ എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ മെമ്മറി ശ്രദ്ധിച്ചു നോക്കി അറിയാം. സ്ത്രീകൾക്ക് പൊതുവെ മെമ്മറി കൂടുതലാണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് പറയും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ എന്താണെന്ന്. ഒരു നിമിഷം പോലും അവര് അതിനുവേണ്ടി മെനക്കെടാറില്ല, പെട്ടെന്ന് പറയും. പക്ഷെ പൊതുവെ പുരുഷന്മാർക്ക് അത് അത്ര കണ്ടിട്ടില്ല. കാരണം ഇമോഷൻസ് അവര് കൂടുതലും പുറത്ത് കാണിക്കാറില്ല. അങ്ങനെ പല റീസൺസും. അപ്പൊ ഒരു ലോജിക്കൽ റിസൾട്ട് അല്ല, ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, ബേസ്ഡ് ഓൺ മെമ്മറി, നോട്ട് വൺസ് ഇൻ എ വൈൽ. ഈ സിറ്റുവേഷനിലല്ല നമ്മളിത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഇതിന്റെ വേറെ പ്രത്യേകത വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് റെപ്പിറ്റേറ്റീവ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് പറയാൻ പറ്റുന്നത് ഇതാണ് സ്വഭാവം, ആ വ്യക്തിയുടെ സ്വഭാവം ഇതാണെന്ന് പറയാൻ പറ്റും. ഇത് പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അത് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആണ്, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് എന്താ പറയുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്ന ബിഹേവിയർ. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളോട് പറയും, സമൂഹം നമ്മളോട് പറയും, തനിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്, എന്തോ ഒരു ചേഞ്ച്, ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്തൊക്കെയോ കേട്ടിട്ടാന്ന് തോന്നുന്നു, എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറും. ഇല്ലെങ്കിൽ ഇത് കൺസിസ്റ്റന്റ് ആണ്, അല്ലെ? ഏകദേശം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാറേ, ഈ കോവിഡ് കാലത്ത് ഇതുപോലെ ഒത്തിരി ക്ലാസ്സുകൾ കേട്ട് നമ്മൾക്ക് തന്നെ ഒരു നാണക്കേട് നമുക്ക് നമ്മുടെ ബോഡിയിലും മനസ്സിലും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ഒതുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കും. അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് എത്ര വർഷമായി ഒതുക്കം? കഴിഞ്ഞ എത്ര വയസ്സുണ്ടോ ഒരു 2 ഇയർ ബാക്കിനാണ് ഈ ഒതുക്കം വന്നത്. അതിനു മുമ്പ് ഒരു ഒതുക്കവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഈ ഒരു തലത്തിലാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം, നമ്മുടെ ഒരു ദിവസത്തെ പ്രൊസീജിയർ, നമ്മൾ എന്താണോ ഒരു ദിവസം ചെയ്യുന്നത് ആ ഒരു ദിവസത്തെ പല ടൈം സോണുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ പാറ്റേൺ ഒന്ന് മാറ്റാൻ, കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേക്കുന്നു. അപ്പൊ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ പാറ്റേൺ എന്താന്ന് നോക്കും. മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന സ്റ്റൈലി, അതിന്റെ ശൈലി എന്താ, അത് മാത്രം നോക്കിയാൽ മതി. നമ്മളുടെ ഏകദേശം ഒരു ഇമോഷണൽ പാറ്റേൺ നമുക്കറിയാം. ലേസി ആണോ, ലെതാർജിക് ആണോ? ലെതാർജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ, ഇവർ ഇനേർട്ട് മൂഡിലാണ് നമ്മൾ എഴുന്നേറ്റ് വരും. ഇന്നത്തെ ദിവസം അല്ലെ വളരെ ഒരു അൺഹാപ്പി മൂഡില്, ഇല്ലെങ്കിൽ വളരെ സ്ലോ ഡൗൺ. ഞാൻ ആദ്യം പറഞ്ഞ ആരെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്കും, നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കുക, ഭക്ഷണമായി എഴുന്നേക്കൂ. ഞാനൊക്കെ ഏകദേശം അങ്ങനെ എഴുന്നേക്കും, ഭക്ഷണമായി എഴുന്നേക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി എഴുന്നേക്കുന്നു. പിന്നെ
പക്ഷെ വേറൊരു പാറ്റേൺ ഉണ്ട്. ചിലവർ വ്യത്യസ്തമായ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കറക്റ്റ് ടൈമിൽ അവർ ഇരുന്ന് ഒരു ടൈം ടേബിൾഡ് ലൈഫായിരിക്കും. കാരണം അവർക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഡോപ്പമൈൻ സപ്ലൈ അവിടെ കിട്ടുന്ന. എനിക്ക് തോന്നുന്നു ബാബുചേട്ടനൊക്കെ കറക്റ്റ് രാവിലെ എഴുന്നേറ്റ് കറക്റ്റായിട്ട് അതൊക്കെ ചെയ്യാറുണ്ട്. ടൈമിങ് അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ വണ്ടർഫുൾ ഡേ ആണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നവർ ചുരുക്കമാണ്. ടുഡേ ഈസ് മൈ ഡേ എന്ന് ചിന്തിച്ച് എഴുന്നേൽക്കുന്നവരുണ്ട്. ഇതൊരു വിന്നേഴ്സിന്റെ ഡേ, എന്നൊരു വിന്നർ ഡേ, വിന്നിങ് ഡേ ആണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതല്ലാത്ത ഒരു അവസ്ഥ. അപ്പൊ നമ്മുടെ ആദ്യത്തെ മോർണിംഗ് വേക്കപ്പ് ടൈമിലുള്ള നമ്മളുടെ ഇമോഷൻ ഒന്ന് ശ്രദ്ധിച്ചു. ഇതിന്റെ പലതരം ഇമോഷൻസ് കാണും. ഒരു ദിവസമൊക്കെ മാറി വരാം, എങ്കിലും ഒരു കോമൺ പാറ്റേൺ കാണും. പിന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവുകയാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് ബിസിയാണോ? അതുവരെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോൾ ബിസിയാണോ? ഒരു ഹറിയപ്പിന്റെ സ്റ്റൈലുണ്ടോ? ഇല്ലെങ്കിൽ പലപ്പോഴും ഇത് മിസ് ചെയ്യാറുണ്ടോ? സമയം തെറ്റാറുണ്ടോ എന്നാ? മിസ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ സമയം തെറ്റുന്നുണ്ടോ? പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഒരു ലോസ്റ്റ് ഫീലിംഗ്, ഞാൻ ഇന്ന് കഴിച്ചത് ശരിയായില്ല എന്നൊരു തോന്നൽ, ഫുഡ് പിടിക്കാതെ വരിക. ഇതെല്ലാം ഇമോഷനുമായിട്ട് കണക്റ്റഡാണ്. നമ്മൾ ഇച്ചിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ വയറ്റിനകത്തുള്ള ബയോംസിന്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്ന് വരെ നമ്മൾ തിരിച്ചറിയുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടല്ല ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ഇമോഷൻസിന് ഒരു വലിയ പാർട്ടുണ്ട്. ഇനി അത് അടുത്ത ലെവൽ ഇതാണ്, സ്റ്റാർട്ട് റെഡി ടു ഡെയിലി ജോബ്. അപ്പൊ നമ്മുടെ എല്ലാ മോർണിംഗ് പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. നമ്മളിനി ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ജോലി എന്ന് ഓർക്കുമ്പോഴേ സ്ട്രെസ്ഡ് ആകുന്നവരുണ്ട്. ജോലി എന്ന് ചിന്തിക്കുമ്പോഴേ സ്ട്രെസ്ഡ് ആകാം. ഒരു അനാവശ്യമായ തിങ്കിങ് പാറ്റേൺ ഉണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, ഒരു അൺഹാപ്പി സിറ്റുവേഷൻ, ഒരു ലീവ് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്ന അവസ്ഥ, അല്ലേ? ഇല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ. അപ്പൊ അവിടെയും നമ്മുടെ ഇമോഷന്റെ പാറ്റേണിന് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുന്നത് ഓഫീസിലേക്ക് പോകുന്ന യാത്രയിലാണ്. യാത്രയിൽ മിക്കവാറും ട്രാഫിക് ബ്ലോക്ക് കാണും, വേറെ ഒത്തിരി തരത്തിലുള്ള ഹിൻഡ്രൻസ് ഉണ്ടാകും. പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, വളരെ സാധ്യത കൂടുതലാണ്. ഓഫീസിൽ എത്തിക്കഴിഞ്ഞാലോ നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്ന സംഭവങ്ങൾ, പിന്നെ പുതിയൊരു ടെൻഷൻ, പുതിയൊരു തരത്തിലുള്ള ഇമോഷനിലേക്ക് അത് മാറും. ഒരു ടെൻഷൻ ഉണ്ടാകാം, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, ചില വ്യക്തികളുമായിട്ടുള്ള ചില ഹർട്ടുകൾ അവിടെ ഉണ്ടായേക്കാം, ചില കോൾസ്, ചില ഫയറിങ്സ് ഉണ്ടായേക്കാം. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാലും ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ വരുന്നത് ഓഫീസിന്റെ കൺട്രോളിലേക്ക് വന്ന് അവിടെ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ ലഞ്ച് ബ്രേക്ക് ആണ്. ഈ ലഞ്ച് ബ്രേക്ക് കറക്റ്റായിട്ട് റിലാക്സ്ഡ് മൂഡിൽ ചെയ്യാൻ പറ്റുന്ന, ഹാപ്പിയാണോ? അവിടെ ചെന്നിട്ട് ഗോസിപ്പുകളാണോ? അതോ നമ്മൾ സ്ട്രെസ് റിലീവ്ഡ് പൊസിഷനിലാണോ? ഹാപ്പിയാണോ? ചിലവർ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട്. ഉറങ്ങുന്നവരുടെ ആ തലം, ഉറങ്ങാത്തവർ ഉറങ്ങാൻ പറ്റാത്തതിന്റെ തലങ്ങൾ, ഇവിടെ എല്ലാം ഒരു ഇമോഷൻ കോൺട്രിബ്യൂഷൻ. പിന്നെ വരുന്നത് ബാക്ക് ടു വർക്ക്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന ബ്രേക്കിന് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾ പലപ്പോഴും സ്ലീപ്പി ആയിരിക്കും. കാരണം ഉച്ചയ്ക്കുന്ന ഫുഡ്, പിന്നെ ടയർഡ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ്, ജോബിനെ കുറിച്ചുള്ള ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് അതെങ്ങനെയാണ്? മീഡിയം ആണോ, ഹൈ ആണോ, ലോ ആണോ? ഇതെല്ലാം ആഫ്റ്റർനൂണിലാണ് നമ്മൾ അനലൈസ് ചെയ്തത്. രാവിലെ ഓക്കെയാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ശക്തിയിലൊക്കെ പൊക്കോളും. ഉച്ച കഴിയുമ്പോൾ ഈ തലമൊക്കെ മാറും. പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര, വീണ്ടും സെയിം ട്രാഫിക്, മറ്റ് പ്രശ്നങ്ങൾ, റോഡിന്റെ ബാഡ് എക്സ്പീരിയൻസസ്. പൊതുവെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ എക്സോസ്റ്റഡ് ആവും, ചേഞ്ച്ഡ് ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ഒക്കെ മാറി. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ഒരു കംപ്ലൈനിങ് മൂഡാകാം, ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ആകാം, സാഡ് ആകാം, ഇല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചേർത്ത് എല്ലാം അഴിച്ചു വെച്ച് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സും ടെൻഷനും എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഭവനം എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത്. കുടുംബം ഒരു ഇമ്പമാക്കാൻ ശ്രമിക്കും, പക്ഷെ ചിലപ്പോൾ അത് സാധിക്കത്തില്ല. അവിടെ ഒരു ഇമോഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവിന്റെ പാർട്ട് അവിടെ വന്നേക്കാം. പിന്നെ വരുന്നത് ഡിന്നർ ടൈം, അവിടെയും എന്താണ് അവിടുത്തെ അവസ്ഥ. പിന്നെ വരുന്നത് സ്ലീപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ടൊരു സ്ലീപ്പിംഗിലേക്ക് എത്താനുണ്ടോ? സ്ട്രെസ്ഡ് ആണോ? ആ ഡേ ടൈമിലെ സ്ട്രെസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടോ? നാളത്തെ കുറിച്ചുള്ള സ്ട്രെസ് ഉണ്ടോ? ഇന്നത്തെ ഫെയിലിയർ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ഫോൾട്ടുകളാണ്. ഡെയിലി നമ്മളുടെ പാസ്റ്റ് ഫോൾട്ട് അല്ലെങ്കിൽ പാസ്റ്റ് മിസ്റ്റേക്സ്,
പലപ്പോഴും നമ്മളല്ലാതാക്കി മാറ്റുന്ന ഒരു തലമാണ്. ഒരു കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഈ കണക്കെടുപ്പിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. പലപ്പോഴും ഈ ഫെയിലിയർ, ടുഡേയ്സ് ഫെയിലിയർ അല്ലെങ്കിൽ പാസ്റ്റ് ഫെയിലിയേഴ്സ്, ഇതെല്ലാം നമ്മളെ ഒരു പരിധിയിലധികം നമ്മളെ ട്രബിളിലാക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി ഇതിനെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. ഇപ്പൊ നമ്മൾ 12 തരത്തിലുള്ള സിറ്റുവേഷൻസ് പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വീണ്ടും കിടന്നുറങ്ങുന്ന വരെയുള്ള 12 സിറ്റുവേഷൻ. ഇതിനകത്ത് സിറ്റുവേഷൻസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഈ 12 സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 3 തരത്തിലുള്ള ഇമോഷൻ സോൺസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് സിറ്റുവേഷനാണ്. ഇവിടെ എല്ലാം ഓരോ സിറ്റുവേഷൻസും. പിന്നെ രണ്ടാമത്തെ ഏരിയ എന്ന് വെച്ചാൽ പേഴ്സൺസ് ആണ്. നമ്മൾ കാണുന്ന കൂട്ടിമുട്ടുന്ന വ്യക്തികൾ. അത് വീട്ടിലെ ആകാം, സൊസൈറ്റിയിലെ ആകാം, ഓഫീസിലെ ആകാം. മൂന്നാമത് ടൈം സോണാണ്. അപ്പോൾ 3 സോണുകളായിട്ട് നമ്മൾ അതിനെ തിരിക്കുകയാണ്. ഇമോഷന്റെ പാറ്റേണിന് 3 സോണായിട്ട് തിരിക്കും. സിറ്റുവേഷനെ ബേസ് ചെയ്ത്, പേഴ്സണെ ബേസ് ചെയ്ത്, അതുപോലെ ഒരു ടൈം സോണിനെ ബേസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ എല്ലാം നമ്മൾ ഒന്ന് സ്പ്ലിറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ അനലൈസ് ചെയ്താൽ കുറേ ഒരേപോലെ ഇരിക്കുന്ന ഇമോഷൻ പാറ്റേൺസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ, പേഴ്സൺ ആൻഡ് ടൈം സോൺ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ 12 സിറ്റുവേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഒരു ദിവസത്തെ മുഴുവൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ ദിവസത്തിനെ നമ്മൾ 3 തലത്തിലാക്കി തിരിച്ചു. സിറ്റുവേഷനും പേഴ്സണും ടൈം സോണുമായിട്ട് തിരിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഇമോഷണൽ പാറ്റേൺ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഇമോഷണൽ പാറ്റേണിൽ ഉണ്ടായിരിക്കുന്ന ഇമോഷന്റെ റീസൺസിനെ അതിന്റെ മീനിങ്ങുമായിട്ട് കണക്ട് ചെയ്യുക. സ്വല്പം വലിയ പണിയാണ് കേട്ടോ. ഇമോഷന്റെ മീനിങ്ങുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ തലങ്ങൾ, ഓരോ സിറ്റുവേഷനിലും, ഓരോ പേഴ്സണുമായിട്ടും, ഓരോ ടൈം സോണിലും നമുക്ക് സംഭവിച്ച ഇമോഷന്റെ പാറ്റേൺസിന് കൃത്യമായ ഒരു മീനിങ്. എന്തായിരിക്കും ആ മീനിങ്ങുകൾ എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്കറിയാം ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാം നെഗറ്റീവാണ്. നമുക്ക് പോസിറ്റീവ് ഇമോഷനെ കുറിച്ച് നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല, അതിനെക്കുറിച്ച് നമുക്കൊരു വറിയും ഇല്ല. പക്ഷെ നെഗറ്റീവ് ഇമോഷനിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 12 സിറ്റുവേഷൻസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇമോഷണൽ ലോസ് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒരുപോലെ നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക, അതിന്റെ സിറ്റുവേഷൻസ് പേഴ്സണെ മനസ്സിലാക്കുക, ടൈം സോൺ മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ റീസൺസിലേക്ക് പോവുക. ജസ്റ്റ് സ്പെൽ ഔട്ട് ഇമോഷൻസിന്റെ റീസൺസും അതിന്റെ മീനിങ്. എന്താണ് മീനിങ്? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതുവരെയൊക്കെ നമ്മൾ ചെയ്ത വർക്കിൽ ഇനിയാണ് നമ്മൾ മീനിങ് എന്ന് പറയുന്ന തലത്തിലേക്ക് പോകുന്നത്. എന്താണ് മീനിങ്? മീനിങ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇറ്റ്സ് എ എൻഡ് റിസൾട്ട് ഓഫ് ദി ഇമോഷൻ. നമ്മളൊരു ആക്ഷൻ, ഒരു ഇമോഷനിൽ ഒരു ആക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു എൻഡ് റിസൾട്ടാണ് മീനിങ്. എവിടെ നിന്നാണ് ഈ മീനിങ് ഉണ്ടാകുന്നത്? പലപ്പോഴും മീനിങ് ഉണ്ടാകുന്നത് നമ്മുടെ ബിലീഫാകാം, ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട കുറേ കാര്യങ്ങൾ, നമ്മൾ ഓൾഡ് സോഫ്റ്റ്വെയറിൽ നമ്മൾ കണക്ട് ചെയ്ത് കിടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഓൾഡ് ബിലീഫ്സ് ആകാം, ഇല്ലെങ്കിൽ ഇഗ്നറൻസ് ആകാം, അവയർനെസ് ഇല്ലായ്മയാകാം. ഇവിടെയെല്ലാം ഈ മീനിങ്ങിന്റെ ആ എൻഡ് റിസൾട്ട്, മീനിങ് എന്ന് പറയുന്ന എൻഡ് റിസൾട്ടിലേക്ക് നമ്മളെ കൊണ്ടെത്തി. ഒരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ ആ ഇമോഷനിലൂടെ ഉണ്ടാകാവുന്ന മീനിങ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇമോഷന്റെ മീനിങ്ങിനെ കുറിച്ച് പറയാം. നമ്മളൊരാൾ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യപ്പെടാനുള്ള സാഹചര്യം എന്താണെന്ന് പല രീതിയിൽ അതിന്റെ മീനിങ്ങിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, 10 സെക്കൻഡ് ഒരു അറ്റൻഷൻ കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ദേഷ്യത്തിലായിരിക്കുന്ന വ്യക്തികളുണ്ട്. 10 സെക്കൻഡ് എന്നുവെച്ചാൽ അവർ വിളിയൊന്നും കേട്ടില്ല എന്നുള്ളതായിരിക്കാം, ബോസ് വിളിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല എന്നാകാം, കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നാകാം. വെറും 10 സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്ന, നമ്മുടെ കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ അവർ ഹെഡ്ഫോണൊക്കെ ചെവിയിൽ വെച്ച് വാതിലൊക്കെ അടച്ചിട്ടിരിക്കും, നമ്മൾ എത്ര വിളിച്ചാലും കേൾക്കുന്നില്ല, നമ്മൾ ഒരു ദിവസം മടങ്ങിയിരിക്കാനുള്ള സാധ്യതകളുണ്ടാകും. എന്താണ് സംഭവിക്കുന്നത്? 10 സെക്കൻഡിലെ ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടതിന് പകരം ചിലപ്പം 24 മണിക്കൂർ നമ്മൾ എന്തായിട്ട് മാറും? മറ്റൊരു തലത്തിലേക്ക് മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ മീനിങ്. സോ ഈ മീനിങ്, എന്തിനാണ് അവർ വിളിച്ചത്, അല്ലെങ്കിൽ നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ആവശ്യത്തിന്റെ ശരിക്കുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മീനിങ് ഉൾക്കൊണ്ടാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ
ഈ പറയുന്ന ഇമോഷൻ ലെവലിൽ നിന്ന് മാറാൻ സാധിക്കും. സോ ചേഞ്ച് ദ മീനിങ്. മീനിങ് ചേഞ്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇമോഷന്റെ തലം മാറ്റിയെടുക്കാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇമോഷൻ കണ്ടന്റിനെ മാറ്റിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ഇമോഷൻ പാറ്റേൺ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം മീനിങ് ആണ്. നമുക്കറിയില്ല എന്താണ് മീനിങ്, എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ആ വ്യക്തി, ഇല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതെ പലപ്പോഴും മീനിങ്ങിനെ നമ്മൾ ഇഗ്നർ ചെയ്യും. അപ്പൊ അതിന്റെ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത് 10 സെക്കൻഡിനുള്ള ആ ഒരു അറ്റൻഷൻ 1 ഡേ നമ്മളെ സ്പോയിലാക്കുന്ന തരത്തിലേക്ക് നമ്മൾ മീനിങ്ലെസ് ആക്കിയാണ് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇവന്റിനെ. അപ്പൊ ആ ഇവന്റിനെ നമ്മൾ മീനിങ് ആക്കി എടുക്കുക. മീനിങ് ആക്കിയാൽ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളുടെ അവയർനെസിന്റെ തലം, നമ്മുടെ മീനിങ്, നമ്മൾ ഏതൊരു സിറ്റുവേഷനും നമ്മുടെ മീനിങ് ഒന്ന് ചേഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഇമോഷന്റെ ആ ലെവലെ നമുക്ക് മാറ്റാൻ സാധിക്കും. സോ ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് നമുക്കിത് പറയുകയാണെങ്കിൽ, ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഫസ്റ്റ് കോർണർ പോയിന്റിൽ നമുക്ക് മീനിങ് ഫിക്സ് ചെയ്യാം. അപ്പൊ മീനിങ്ങിനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. വേറെ എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. മഹാത്മാഗാന്ധിയെ പോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. 26 വർഷമാണ് ജയിലിൽ കിടന്നത്. 26 വർഷം ജയിലിൽ കിടന്നതിന് ശേഷം പെട്ടെന്ന്, അല്ലെങ്കിൽ വിത്തിൻ 2 ഇയേഴ്സ്, ഷോർട്ട് സ്പാൻ, ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറി. ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. മാർട്ടിൻ ലൂതർ കിങ് അല്ല, നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല. ഓക്കെ. ഇനി നെൽസൺ മണ്ടേല ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് റിപ്പോർട്ടർ പോയി ചോദിച്ചു, സത്യത്തില് ഇത്രയും കാലം ഹോപ്പ്ലെസ് ആയി പോയല്ലേ, ഹോപ്പ്ലെസ് ആയല്ലോ, 26 വർഷമാണ്, ഒന്നിനിടുമല്ല, 26 വർഷം ജയിലിൽ കിടന്ന്, അവിടെ കിടക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്ന അറിയാം, ജയിലിൽ എന്താണ് സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. ഒരു പരിഗണനയുമില്ല, പ്രത്യേകിച്ച് സാഹചര്യങ്ങളാണ്. ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ ആരുമായിട്ടാണ്, കറുത്ത വർഗ്ഗക്കാരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എത്രമാത്രം അവർ റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത്, ഞാൻ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതിനാണ് മീനിങ് എന്ന് പറയുന്നത്. സോ ഐ എം പ്രിപ്പയറിംഗ് ഫോർ ദ റിസൾട്ട്. ആ ഗോളിലേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നത് നമുക്ക് എന്താണ് കണ്ടത്? ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഇവന്റ്. കഴിഞ്ഞ 26 വർഷം നഷ്ടമാക്കി കളഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു തലത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, സോ ഐ എം പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്. ആ പ്രിപ്പറേഷൻസ് കറക്റ്റായി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീഡമിലേക്ക് അത് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചു. സോ ഇതിനാണ് മീനിങ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കറിയാം, വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഹോളോകോസ്റ്റിനെ അതിജീവിച്ച ലോഗോതെറാപ്പിയുടെ പിതാവിനെയും നമ്മളിങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരൊറ്റ കാഴ്ചയിൽ തന്നെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ ഇവിടെയും മീനിങ് ഓഫ് ലൈഫിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മളിലുള്ള ഇമോഷൻസിന്റെ മീനിങ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇമോഷന്റെ പാറ്റേണിനെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിൽ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ സിറ്റുവേഷനെയും ഈ സാധ്യതകളെയും നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ മീനിങ്, ഇപ്പൊ നമുക്ക് ഏതൊരു സിറ്റുവേഷന്റെയും അല്ലെങ്കിൽ ഏതൊരു ഇമോഷൻ പാറ്റേണിന്റെയും മീനിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. വേറെ ആർക്കും പറ്റത്തില്ല. എവിടെ നിന്നാണ് ഈ ട്രിഗർ കിട്ടുന്നത്? എവിടെയാണ് ഈ ട്രിഗറിന്റെ ആസ്ഥാനം? എവിടെയാണ്? എവിടെ നിന്നാണ് നമുക്ക് സാധാരണ ട്രിഗർ കിട്ടുന്നത്? നമുക്ക് ഇമോഷൻ ഉണ്ടാകുന്നു, അത് എന്നെ പറഞ്ഞു, അത് സബ് കോൺഷ്യസ് വേയിലാണ് നടക്കുന്നത്. കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു തലം പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. പക്ഷേ സബ് കോൺഷ്യസ് ലെവലിലാണ് നമുക്ക് ഈ ഇമോഷൻ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ കോൺഷ്യസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ആരാണ് ഈ ട്രിഗർ വരുന്നത്? തീർച്ചയായിട്ടും ട്രിഗർ വേണം. ട്രിഗർ ഇല്ലാതെ പറ്റത്തില്ല. എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ ട്രിഗർ? അവിടുന്ന് ട്രിഗർ വരുന്നത് എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വികാരത്തിന്റെ, ഈ അതിരുകടന്ന വികാരത്തിന്റെ സാധ്യതകളുടെ ട്രിഗർ ആരാണ്? ഇതിന്റെ സൂചന തരുന്നത് എവിടുന്നാണ്? ആർക്ക് പറയാം? എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? ഇതാണ് ചോദ്യം. എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ, ഈ 2 തരമേ ഉള്ളൂ. ഇന്റേണൽ ആൻസർ. യെസ്, തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ തീർച്ചയായിട്ടും അത് ഇന്റേണലാണ്. ഇന്റേണൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൺട്രോൾ നമുക്ക് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫുൾ കൺട്രോളും നമ്മുടെ കയ്യിലാണ്. എക്സ്റ്റേണൽ ആണെന്ന് തോന്നുന്നു. നമ്മള് ചില വഴികൾ, ഷോർട്ട് കട്ട് വഴികൾ നമുക്കറിയാം അല്ലെ? ഒരിക്കലും ഷോർട്ട് കട്ട് വഴികളിൽ ഒരു ബോർഡുകളും കാണത്തില്ല.
നേരായ വഴിയിൽ കൂടെ മാത്രമേ കാണത്തുള്ളൂ. ഗൂഗിൾ മാത്രമേ ഇങ്ങനെ ഷോർട്ട് കട്ട് വഴി കാണിച്ച് കുടുക്കിപ്പെടുത്താറുള്ളൂ. അല്ലാതെ നോർമൽ റോഡിലുള്ള വഴികളൊന്നും ഒരിക്കലും ഒരു ഷോർട്ട് കട്ടും വഴി കാണിക്കുന്നത് ഇത് എളുപ്പ വഴിയാണെന്നൊന്നും കാണിച്ചു കൊടുക്കാറ്. പക്ഷെ ഷോർട്ട് കട്ട് അറിയുന്നത് നമ്മളുടെ കോൺഷ്യസ് പവർ കൊണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കോൺഷ്യസിന്റെ തലത്തിലാണ് ഇതൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ബോർഡ് കാണിച്ചു തരുന്നില്ല, കാരണം അത് പോയിന്റർ മാത്രമാണ്. അപ്പൊ മറ്റെന്തൊക്കെയോ സൂചനകളാണ്. ഒരുപക്ഷെ ഒരാളുടെ വാക്കുകളായിരിക്കാം, ശബ്ദങ്ങളായിരിക്കാം, ടോൺ ഓഫ് വോയിസ് ആകാം, അയാളുടെ നിപ്പാകാം, ഭാവമാകാം, അല്ലെങ്കിൽ നടപ്പാകാം. ഇതൊക്കെ ഈ എക്സ്റ്റേണൽ ട്രിഗർ ആണ്. പക്ഷെ ഈ ട്രിഗർ ഒന്നും എന്നല്ല യഥാർത്ഥ റീസൺ അല്ല. നമ്മളിങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളിലുള്ള ട്രിഗറിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. എന്ത് സംഭവിച്ചാലും പൂർണ്ണമായിട്ടും റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസ് പറയും അല്ലെ, നമ്മൾ എക്സ്ക്യൂസ് പറയുന്നവരാണ്. ഓ ബിക്കോസ് ഓഫ് ദാറ്റ് പേഴ്സൺ, ആ വ്യക്തിയുടെ ഇങ്ങനെ ആയതുകൊണ്ട്, ആ വ്യക്തി അങ്ങനെ ആയതുകൊണ്ട്, ആ സാഹചര്യങ്ങൾ അതായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു 3 കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. ഒന്ന് നമ്മളുടെ സിറ്റുവേഷൻസ് ആണ്, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ടൈം സോൺ ആണ്, മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഒരു റീസണും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. 3 തരത്തിലുള്ള മൂന്ന് പേഴ്സൺ, ഈ 3 തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് പലപ്പോഴും എക്സ്ക്യൂസ് ആണ്. പക്ഷെ ഈ എക്സ്ക്യൂസിനെ നമ്മൾ എന്താക്കണം? ഈ എക്സ്ക്യൂസുകളെ നമ്മൾ ഗ്രേറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഗ്രേറ്റ് ആകുമ്പോൾ നമ്മുടെ ഇമോഷൻ കൺട്രോൾ. നമ്മൾ ഇമോഷൻ പാറ്റേൺ എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ ഗ്രേറ്റ്നെസ് ആയിട്ട് മാറ്റും. സോ ഈ എക്സ്ക്യൂസുകളെല്ലാം നമ്മളുടെ ഗ്രേറ്റ്നെസ്സിന്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഫുട് പ്രിന്റ്സ് ആക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. ഈ ചേഞ്ചാണ് ഈ മീനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി മീനിങ് അല്ലാതെ 2 കാര്യങ്ങളൂടെ ഉണ്ട് അതിനകത്ത്. 2 റീസൺസും കൂടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇമോഷനെ കോപ്പപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നാമത്തത് നമ്മുടെ മീനിങ് ആണ്. വളരെ ക്ലിയർ ആണ്. മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ, ഡെഫിനിഷനാണ്. നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനാണ്. അവിടെയാണ് ഈ ഫെയിൽ ആയി പോകുന്നത്. നമുക്ക് നമ്മളുടെ വാല്യൂ, ബിലീഫ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഈ മീനിങ് മറ്റുള്ളവർക്ക് ഗുണകരമായി മാറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സോ മീനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് ബോഡി ലാംഗ്വേജ്. ഈ ബോഡി ലാംഗ്വേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊന്ന് സന്തോഷിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊന്ന് സങ്കടപ്പെടാൻ പോവുകയാണ്. സന്തോഷിക്കേണ്ട, നമുക്ക് സങ്കടപ്പെടാം. എൻ്റെ മനസ്സിലൊരു പെയിൻ, എൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. എക്സ്പ്രഷൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇതാണ്. ഞാൻ കൈ മുകളിലേക്ക് പൊക്കി പിടിക്കുന്നുണ്ട്, മുകളിലേക്ക് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന എക്സ്പ്രഷൻ നെഗറ്റീവാണ്. ഒരു സാഡ് എക്സ്പ്രഷൻ ഞാൻ ഉണ്ടാക്കണം. കൈ പൊക്കി പിടിക്കുന്നു, മുകളിലേക്ക് നോക്കുന്നു, ഹാ 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 എന്ന് ചിരിക്കുന്നു. എന്നിട്ട് എൻ്റെ ഫീലിംഗ് ഞാൻ ഉണ്ടാക്കേണ്ടത് സാഡാണ്. നടക്കൂ? അഡ്മിറ്റ് സാർ, നടക്കത്തില്ല. സോ നമ്മൾ സാഡ് ഫീലിംഗിൽ നിന്നുകൊണ്ട് നമ്മുടെ ബോഡി റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള എൻവയോൺമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ഞാൻ ഹാ 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 എന്ന് ചിരിച്ച് കയ്യും പൊക്കി മുകളിലേക്ക് നോക്കി ഒരു വിജയത്തിന്റെ പാതയിൽ നിന്ന് സാഡ് ആകാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് വലിയൊരു റോളുണ്ട്. ഇനി ഞാൻ കരയണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കരയണമെന്നുണ്ടെങ്കിൽ ഞാൻ തല കുനിക്കണം. ഒത്തിരി ആക്ഷൻ, എൻ്റെ ബോഡി ലാംഗ്വേജ് ഒത്തിരി ആക്ഷൻ വരണം. ഇനി ഞാൻ തലയൊക്കെ കുനിച്ച് താഴോട്ട് നിന്നിട്ട് ഒച്ചയ്ക്ക് പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുമോ? വരത്തില്ല. സോ ഈ ബോഡി ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് മീനിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷനെ ചെക്ക് ചെയ്യാം, 2 ബോഡി ലാംഗ്വേജ് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ എന്നെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാളെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വണ്ടി ഇടിച്ച് എന്ന സമയത്ത് നമ്മൾ വളരെ മോശമായിട്ട് അയാൾ നമ്മളെ ടാക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അയാളുടെ ബോഡി ലാംഗ്വേജ് ഫെയിൽ ആയിപ്പോകും, അയാളുടെ ദേഷ്യമൊക്കെ ഫെയിൽ ആയിപ്പോകും. ഇല്ലെങ്കിൽ നമ്മൾ ചിരിക്കുക. നമ്മൾ വേറെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ വീഗാലാൻഡിലും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. വീഗാലാൻഡിൽ കയറി ഒരു ജെയിന്റ് വീലിൽ കയറിച്ച് നമ്മൾ അവിടെ ഇരുന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ കണ്ടത്, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും? വളരെ ഹാപ്പി ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും? ഒരു ജെയിൻ വീലോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു പ്രശ്നമുള്ള ഒരു റൈഡിൽ കയറുക. അവിടെ കയറിയിട്ട് നമ്മൾ ആസ്വദിക്കാൻ കയറിയതാണ്, പക്ഷെ പേടിയൊക്കെ ഉണ്ട്. എന്താണ് അതിൽ നിന്ന് നമുക്കൊരു ആസ്വാദനം, സന്തോഷം കിട്ടണം? എന്ത് ചെയ്യണം?
പലരും അത് കയറിയിരിക്കുന്നവരെ ശ്രദ്ധിച്ചറിയാം. പേടിച്ച് വിറച്ച്. അവിടെ ഒറ്റ ആവശ്യമുള്ളൂ, നമ്മൾ ഒച്ചത്തിൽ അലറുക, ആൾക്കാരെ എല്ലാം അറിയിക്കുക, സൗണ്ട് എടുക്കുക, കൂവുക, കൂക്കി വിളിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സർക്കുലേഷൻ കൂടി, നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ആയി. നമ്മൾ അപ്പോൾ നിൽക്കുന്നത് ഫിയറിന്റെ ബോഡി ലാംഗ്വേജിലല്ല, നമ്മൾ അവിടെ നിൽക്കുന്നത് ബോഡി ലാംഗ്വേജ് പോസിറ്റീവാണ്. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഒരുപക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. ഒരു ഫുൾ റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ, അത്രമാത്രം ഒച്ച വെച്ച് തളർന്ന് അല്ലെങ്കിൽ സൗണ്ട് ആഹ്ലാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജയന്റ് വീലിൽ നമുക്ക് കയറാൻ പേടിയുണ്ടാകത്തില്ല, നമ്മൾ ഇറങ്ങാൻ താല്പര്യപ്പെടുകയില്ല. കാരണം നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നു. സോ മീനിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബോഡി അക്സെപ്റ്റ് ചെയ്യാനും കൂടെ പറ്റും. മീനിങ് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് പോസിറ്റീവായിട്ട് ബോഡിക്കും കൂടെ കൊടുക്കാൻ നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ മൈൻഡും ബോഡി എത്രമാത്രം ചേർന്ന് കണക്ട് ചെയ്താണോ നിൽക്കുന്നത് അതിനനുസരിച്ച് റിസൾട്ട് ഓറിയന്റഡ്. അപ്പൊ നമുക്ക് ഇമോഷൻസിനെ നമുക്ക് പാറ്റേൺ മാറ്റാം. അപ്പൊ മീനിങ്ങിന് കിട്ടുന്ന പോസിറ്റിവിറ്റിയോ നെഗറ്റിവിറ്റിയോ, പോസിറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ പോസിറ്റീവ് ആക്കി മാറ്റുക. അവിടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷയ്ക്കും കൂടെ ആ ഒരു സിസ്റ്റം കൊടുക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും കൈകൊട്ടാൻ പറയുന്നത്. പലപ്പോഴും കൈകൊട്ടി പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിന് ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. പിന്നെ ലാസ്റ്റ് ഏരിയ ദാറ്റ് ഈസ് കോൾഡ് ഫോക്കസ്. എന്താണ് ഫോക്കസ്? എന്താണ് ഫോക്കസിലൂടെ നമുക്ക് കിട്ടുന്നത്? ഫോക്കസിന്റെ ഏരിയയിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കത്തുള്ളൂ, പേയിങ് അറ്റൻഷൻ. ഫോക്കസ് ചെയ്യുക. എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ മാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് MANGO എന്ന് പറയുന്ന വാക്കിലല്ല, അത് മാങ്ങയിൽ തന്നെയാണ്. മാങ്ങ എന്ന് പറയുന്ന പിക്ചറിലാണ്, അല്ലെ? അപ്പൊ ഈ ഒരു പിക്ചറാണ് എൻ്റെ തോട്ട് പ്രോസസ്സ്, എൻ്റെ മൈൻഡ് പ്രോസസ് ചെയ്യുന്നത്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വിസിബിൾ, ആ ഫിസിക്കലായിട്ടുള്ള ആപ്പിളിനെ ഞാൻ കാണുന്നത്, സ്പെല്ലിംഗ് ഒന്നും അല്ല. ഇതുപോലെ നമ്മുടെ ഫോക്കസ് നമ്മൾ എന്താക്കി മാറ്റണം? അതിന് പോസിറ്റീവാണ്. ഇപ്പൊ നമ്മളൊരു യാത്ര ചെയ്യും, ഡ്രൈവിംഗ് ആണ്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, നമ്മൾ കാണുന്ന ചിത്രം എന്താണ്? ഇനി ആ പർട്ടിക്കുലർ പാലത്തിലേക്ക് കയറുമ്പോൾ 15 മിനിറ്റ് ഞാൻ ബ്ലോക്കിലാണ് എന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ചിത്രത്തിലൂടെ കണ്ടച്ചു പോയാൽ നമ്മുടെ ബോഡി അതിനൊപ്പം എത്തും. ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ബോഡി നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, ഒരു നെഗറ്റീവ് വൈബിലേക്ക് നീങ്ങാൻ തുടങ്ങും. സോ ഈ നെഗറ്റീവ് വൈബിലേക്ക് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിന്റെ പ്രോസസ് എന്താണ്, അത് എക്സാക്ട്ലി നമ്മുടെ ബോഡിയും കൂടെ അക്സെപ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ഭാഷയിലായിരിക്കും. മൈൻഡിന്റെ ഭാഷ പിക്ചറൈസ്ഡ് ആണ്. ഇപ്പൊ ഞാനൊരു തിയേറ്ററിൽ പോവുകയാണ്, ഒരു സിനിമ കാണാൻ പോവുകയാണ്, സ്വല്പം ലേറ്റായി. ഞാൻ ലേറ്റായി പോയി, ഞാൻ അവിടെ സീറ്റ് കിട്ടത്തില്ല, ആകെ ടെൻഷനിലാണ്, ലേറ്റായി, അവിടെ ചെന്നാൽ സീറ്റ് കിട്ടുമോ, അവിടെ എനിക്ക് കാണാൻ, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് വേണ്ടി ഒരു സീറ്റ് അവിടെ ഉണ്ട്, എനിക്ക് വേണ്ടി മാത്രം ഒരു സീറ്റ് അവിടെ ഉണ്ട് എന്ന് ഞാൻ പിക്ചറൈസ് ചെയ്താൽ, വിഷ്വലൈസ് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിന് ഏത് രീതിയിൽ ചിന്തിക്കാം? വിഷ്വലൈസ് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്തു എന്ന് പറയാം. അപ്പൊ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് വേണ്ടി ഒരു സീറ്റ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബില്, ഒരു ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനിൽ നമ്മൾ ആ പറയുന്നത് ദാറ്റ് ഇസ് ഫോക്കസ്. അപ്പോൾ പിക്ചറൈസ്ഡ് ആയിരിക്കും. മൈൻഡിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യാനും കൂടെ പഠിക്കണം. നെഗറ്റീവ് അല്ല, പോസിറ്റീവ്. കാരണം നമ്മൾ മനസ്സിൽ വരുന്ന പിക്ചറെല്ലാം നെഗറ്റീവാണ്. അതിനെ നമ്മൾ എത്രമാത്രം പോസിറ്റീവ് ആക്കാൻ പറ്റുമോ അത്രയും പോസിറ്റീവ് ആക്കാം. സോ ഇമോഷനെ ടാക്കിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ നമ്മുടെ പഴയ സോഫ്റ്റ്വെയറുകളെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെയും ബോഡിയും ഒരുപോലെ, അത് രണ്ടും ഒന്നാണ്, ഒരു തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നിച്ച് ക്ലെൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷൻ ഒരു ടൂളാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രായോഗിക വശത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന്, അതിൻ്റെ മീനിങ് തലം നമ്മൾ മനസ്സിലാക്കുക. മീനിങ്ങിൻ്റെ യഥാർത്ഥത്തിലുള്ള വൈബ്രേഷൻ ബോഡിക്ക് കിട്ടണം, മൈൻഡിന് കിട്ടണം. ബോഡി ലാംഗ്വേജ്, സന്തോഷത്തിന് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, സങ്കടത്തിന് മറ്റൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഏത് ബോഡി ലാംഗ്വേജ് ആണോ നമുക്ക് വേണ്ടത് ആ ബോഡി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഇമോഷൻ്റെ പാറ്റേൺ മാറും. ദെൻ ഫോക്കസ് എന്ന് വെച്ചാൽ മൈൻഡിനും ബോഡിക്കും മനസ്സിലാകുന്ന പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, പോസിറ്റീവ് വൈബുകളായിട്ട് അതിനെ
മാറ്റാൻ നോക്കുക. അപ്പൊ ഈ മൂന്ന് മെത്തേഡുകൾ, സിമ്പിൾ പ്രായോഗികമായ 3 മെത്തേഡുകൾ ഉപയോഗിച്ച് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ടൂളിലൂടെ നമുക്ക് നമ്മളിലുള്ള ബോഡിയും മൈൻഡിനെയും ബാധിച്ചിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് കുറെ ക്ലെൻസ് ചെയ്യും. നമ്മുടെ ഓൾഡ് സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഈ സോഫ്റ്റ്വെയറിന്റെ അഡിക്ഷൻസ് അതിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നോക്കാം. ഒത്തിരി ടൂളുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒപ്പനൊപ്പനോ എന്ന് പറയുന്ന ഹോ ഒപ്പനൊപ്പനോ എന്ന് പറയുന്ന ഒരു ഹവാലിയൻ ടൂളുണ്ട്. അടുത്ത ദിവസം നമുക്ക് അങ്ങനെ ഒരു ടൂളെ കുറിച്ച് നോക്കാം. അതല്ലെങ്കിൽ EFT, തോമസ് സാറിനൊക്കെ അറിയാവുന്ന EFT, ഇമോഷൻ ഫ്രീഡം ടെക്നിക്, വളരെ മനോഹരമായ ടൂളാണ്. ആ ടൂൾ ഉപയോഗിക്കാം. ഇതെല്ലാം മാജിക്കൽ ടൂൾസ് എന്ന് പറയുന്നത്, മാജിക് ടൂൾസ്. കാരണം ഇതിനകത്ത് ഒത്തിരി കോൺസെപ്റ്റുകളൊന്നുമില്ല, പെട്ടെന്ന് നിൽക്കാം. ഹോപ്പനോപ്പനോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൂളാണ്. വെറും 4 വാക്കുകൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ, അത് നമ്മുടെ ശ്രദ്ധയോട് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എത്ര ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ചില സിറ്റുവേഷനെ മറികടക്കാൻ പറ്റും. ജസ്റ്റ് ഒരു അവയർനെസ് മാത്രം. 4 വാക്ക് ജസ്റ്റ് ഞാനതൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ് സോറി. പ്ലീസ് സേ സോറി. സോറി പറയുക. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഫൊർഗീവ് മീ. ഞാൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ റിപ്പൻഡൻസിലേക്ക് എത്തി, പിന്നെ ഞാൻ വരുന്നത് എന്താണ്? ഫൊർഗീവ് മീ, എന്നോട് ക്ഷമിക്കുക. ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പാസ്റ്റ് ലൈഫിന്റെ എല്ലാ പ്രശ്നങ്ങളും പോകും. നമ്മുടെ മൈൻഡ് പോസിറ്റീവായി ഇനി വേണമെങ്കിൽ ഏത് ടൂൾ ഉപയോഗിക്കാവുന്ന ഒരു തരത്തിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞു പാസ്റ്റ് ഫെയിലിയേഴ്സ് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. തൊട്ട് മുമ്പുണ്ടായിരുന്ന ഫെയിലിയറും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിലെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യും. അതാണ് മൈൻഡിന്റെ ജോലിയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ തലത്തിൽ നോക്കുമ്പോൾ ഈ 2 തലങ്ങൾ, ഒന്ന് ഐ ആം സോറി, 2 ഫൊർഗീവ് മീ. അപ്പൊ ഈ 2 തലങ്ങളായി. അപ്പം നമ്മൾ നോർമലൈസ്ഡ് ആയി. എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് വീണപ്പോൾ എങ്ങനെയാണ് ഏതാണ്ട് ആ ഒരു തരത്തിലായി. ഹൃദയപൂർവ്വം ചെയ്യണമെന്ന് മാത്രം. ഇറ്റ്സ് എ പ്രാക്ടീസ്. പിന്നെ ചെയ്യുന്ന എന്താണ്? അടുത്ത വാക്ക് എന്ന് പറയുന്നത് ഐ ലവ് യു. ഐ ലവ് യു. അപ്പൊ നമ്മളെ ഡിക്ലെയർ ചെയ്യണം, ഐ ലവ് യു. പിന്നെ പറയുന്നത് താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡായി, നന്ദി. 4 വാക്കുകളേ ഉള്ളൂ. ഇതില് യഥാർത്ഥത്തിൽ ഓപ്പനൊപ്പം കോൺസെപ്റ്റ് പറയുമ്പോൾ ഐ ലവ് യു കഴിഞ്ഞിട്ടാണ് താങ്ക് യു പറയുന്നത്. താങ്ക് യു അവസാനമാണ് പറയുന്നത്. ഞാൻ അതിനൊന്ന് മോഡിഫൈ ചെയ്തു. അത് എന്തുകൊണ്ടാണെന്നും കൂടെ എനിക്ക് എൻ്റെതായ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഞാൻ സ്നേഹിക്കുമ്പോഴാണ് എനിക്ക് നന്ദി പറയാൻ പറ്റും. ഞാൻ സ്നേഹിക്കണം, എന്നാലേ എനിക്ക് നന്ദി പറയാൻ പറ്റൂ. അല്ല നന്ദി പറഞ്ഞിട്ട് ഞാൻ സ്നേഹിച്ചത്. നന്ദി പറയുമ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ദൈവത്തെ ഇപ്പൊ സ്നേഹിക്കുന്ന പോലെയാണ്. ദൈവത്തെ ഇപ്പൊ സ്നേഹിക്കുന്നത് എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ട്. സോ ഐ ലവ് യു. അതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ മുന്നോട്ടുള്ള ജീവിതം വേണം, അതുള്ളത് കൊണ്ട് ഐ ലവ് യു. തിരിച്ചാ പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഐ എം താങ്ക് യു. വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം, കൂട്ടിച്ചേർത്ത് പറയാം, ഐ നീഡ് യു. നമ്മുടെ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ നീഡ് യു എന്നും കൂടെ ചേർത്ത് പറയാം. തിങ്സിന്റെ കേസിൽ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നില്ലെങ്കിലും ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അപ്പൊ എത്ര മനോഹരമായ 19 ഹവായി എന്ന് പറയുന്ന ദ്വീപസമൂഹങ്ങളിലുള്ള ഒരു ലേഡി 1913 ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. വെറും 4 വാക്കുകൾ. എത്ര മനോഹരമായി ഇത് കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്യും, ശക്തമായി റിപ്പീറ്റ് ചെയ്യും. ഏതൊരു സിറ്റുവേഷനിലും എന്ത് നല്ല പ്രെയറാണ്. എല്ലാം ആപ്റ്റാണ് വാക്കുകൾ. ഐ ആം സോറി, ഫൊർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇന്ന് വെറും 4 വാക്ക്. എൻ്റെ ഓർഡർ ഞാൻ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഒരു തിരിച്ചറിവിൽ എനിക്ക് അതാണ് കൂടുതൽ അഭികാമ്യമായിട്ട് തോന്നിയത്. പക്ഷെ ആക്ച്വലി താങ്ക് യു, ഐ ലവ് യു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 4 വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ തലം, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫൊർഗീവ്നെസ് രണ്ടുമായി, ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗീവ്നെസ്സും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള വെറും 4 വാക്കുകൾ. ഏതൊരു ലൈഫ് സിറ്റുവേഷനിൽ ഇത് അപ്ലൈ ചെയ്യും, ഏതൊരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യാം, ആർക്കും അപ്ലൈ ചെയ്യാം, ഡിസ്റ്റന്റ് ആയിട്ടും അപ്ലൈ ചെയ്യാം. കാരണം എനിക്ക് ആർക്ക് വേണ്ടിയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ്സ് എ വൈബ്രേഷൻ, ഒരു ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആണ്. എനിക്ക് ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ഇങ്ങനെയല്ലേ ഇതല്ലേ നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ അല്ലെ പ്രയറിന്റെയൊക്കെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു തലം ഒരു റിപ്പൻഡൻസ്, പിന്നെ എൻ്റെ കൺഫെഷൻ, പിന്നെ തുടർന്ന് വരുന്നത് എൻ്റെ ഡിക്ലറേഷനാണ്, പിന്നെ വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ടൂളും വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ EFTയും ഈ ടൂളും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തലമുണ്ട്, നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു നമ്മളുടെ ബോഡിയും മൈൻഡും ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ചില സോഫ്റ്റ്വെയർ, ചില സൂത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ ലൈഫ് ടൂളുകളെ കുറിച്ചാണ്
നമ്മളത് ചിന്തിച്ചത്. അതിൽ ഒരു ലൈഫ് ടൂളാണ് നമ്മൾ ഉപയോഗിച്ചത്, ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും കൂടുതൽ അഡീഷൻസ് ഉണ്ടെങ്കിലും പറയാം. ഇതൊരു ഒരു ഒരു പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് 3 ഇവന്റുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ 3 മെത്തേഡുകൾ ഉപയോഗിച്ച്, ഒരു മീനിങ് ഉപയോഗിച്ച്, ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച്, ഫോക്കസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് വളരെ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൺവേർട്ട് ചെയ്താൽ സംസാരിക്കാം. ഞാൻ അതിന്റെ സമ്മറി പറയണോ? സമ്മറി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സാധാരണ ലേറ്റ് ആയിട്ട് വന്നു വെക്കാം. നമ്മൾ പറഞ്ഞത് ഓൾഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഓൾഡ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല നിഗൂഢമായ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺ നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തി. ഉദാഹരണം, ഐ ആം ലേസി, ഐ ആം സാഡ്, വറീഡ് ആൻഡ് ഐ ആം നോട്ട് കോൺഫിഡൻറ്റ്. ഇങ്ങനെയുള്ള പല തലങ്ങളിലേക്ക് നമ്മുടെ മുന്നിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പല തലങ്ങളിലേക്ക് എത്തിക്കുന്ന പഴയ ഒരു ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ തലത്തിലാണ് നമ്മൾ പറഞ്ഞു. അതായത് നമ്മളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ ഈ ഓൾഡ് സോഫ്റ്റ്വെയറിന്റെ ഇഫക്റ്റ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മൊബൈലുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഇതിനുണ്ടാകുന്ന റീസൺസ് 4 പറഞ്ഞു. ഒന്ന്, ഡിസയർ, നമ്മൾ ഡിസേർവിങ് ആണോ, നമ്മുടെ ആഗ്രഹം, നമുക്ക് അർഹതപ്പെട്ട ഒരു രീതിയിലാണോ നമ്മുടെ ലൈഫ്. 2, നമ്മുടെ പ്ലാനുകൾ, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാനുകൾ അത് വർക്കബിൾ ആണോ, റിയലൈസബിൾ ആണോ. 2, നമ്മളുടെ റിക്വയർമെന്റ്സ് അത് മോഡറേറ്റ് ആണോ, ഗ്രീഡി ആണോ. 2, ആക്ഷൻസ് അപ്രോപ്രിയേറ്റ് ആണോ, റിസൾട്ട് ഓറിയന്റഡ് ആണോ. ഇത് നമ്മൾ തിരിച്ചറിയും. ഈ വരുന്ന കാര്യങ്ങൾ, ഈ റീസൺസ് സംഭവിക്കാതെ വരുമ്പോൾ, ഡിസയർ സംഭവിക്കുന്നില്ല, നമ്മുടെ പ്ലാൻ ഫെയിൽ ആകുന്നു, നമ്മുടെ റിക്വയർമെന്റ് ഫെയിൽ ആകുന്നു, നമ്മുടെ ആക്ഷൻസ് ഫെയിൽ ആകുന്നു. ഇത് ഒരേ സമയത്ത് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ഒരുപോലെ അഫക്റ്റഡ് ആണ്. അങ്ങനെ അഫക്റ്റഡ് ആക്കിയാൽ പലപ്പോഴും നമ്മൾ ഒരു സിങ്കിങ് സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളറിയില്ല ബോഡി കൊണ്ടാണോ മൈൻഡ് കൊണ്ടാണോ. സൈക്കോസോമാറ്റിക് എന്നൊക്കെ പറയുന്ന പോലെ ബോഡിയുടെ പ്രശ്നം കൊണ്ടാണോ അതോ നമ്മുടെ മൈൻഡിന്റെ പ്രശ്നം കൊണ്ടാണോ നമ്മൾ സിങ്കിങ് ആകുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ഫുട് പ്രിന്റ്സ്, നമ്മൾ നടന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അപ്ലൈ ചെയ്യേണ്ട വ്യക്തികളെ അത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ. ഇങ്ങനെ നമ്മൾ റിട്രോസ്പെക്ഷൻ, ഞാൻ ആരാണ്, ഞാൻ എൻ്റെ വഴി എന്താണ്, ഞാൻ എങ്ങനെയാണ് നടന്നു വന്നത്, എങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പുറകോട്ട് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനോഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഇമോഷണൽ കൺട്രോളാണ്. ഒരു വ്യക്തിയെ ഏറ്റവും ബെസ്റ്റ് വ്യക്തിയാക്കി മാറ്റുന്ന അവൻ്റെ ഇമോഷണൽ കൺട്രോളാണ്. സെൽഫ് കൺട്രോൾ എന്ന് പറയും. ഈ സെൽഫ് കൺട്രോൾ ഉള്ള വ്യക്തിയാണ് ഏറ്റവും ബെസ്റ്റ് വ്യക്തി. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും വരേണ്ടത് പെർഫെക്റ്റ് സോണിലേക്കാണ്. പെർഫെക്റ്റ് ലിവിങ് സോൺ, പെർഫെക്റ്റ് വർക്കിംഗ് സോൺ, പെർഫെക്റ്റ് സ്ലീപ്പിംഗ് സോൺ, പെർഫെക്റ്റ്ലി എൻജോയിങ് സോൺ. ഇങ്ങനെയുള്ള സോണിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പലപ്പോഴും നമുക്ക് പറ്റാത്തത് നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള മിസ്റ്റേക്കുകളെ കുറിച്ചുള്ള വറീസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ്, നമ്മുടെ ഫെയിലിയേഴ്സ്, ഇതെല്ലാം ഇതിന് കാരണമാകും. ഇതെല്ലാം നമ്മുടെ പഴയ കാലത്തുള്ള ആ ഓൾഡ് സോഫ്റ്റ്വെയറുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പകരം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ബ്ലെസ്സിങ്സ്, അതിൻ്റെ ഗ്രേറ്റ്നെസ്സിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ കുറവുകളല്ല, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൂടുതൽ കഴിവുകൾ, ബ്ലെസ്സിങ്സിന്, ആ സാഹചര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാകുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അത് 3 സ്റ്റേജുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 70% കുട്ടിയായിരിക്കുമ്പോൾ ബേസിക് ലെവൽ ഓഫ് ഇമോഷൻസ് 6 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ. 12 വയസ്സ് വരെയുള്ള കാലങ്ങളിൽ 80% ഡെവലപ്പ് ചെയ്യും. എന്നുവെച്ചാൽ അതിനുശേഷമുള്ള 10%. വീണ്ടും കോംപ്ലക്സ് ഇമോഷണൽ ലെവലിലേക്ക് നമ്മൾ പോകുന്നത് 90% 18 വയസ്സിന് താഴെയാണ്. അതിനുശേഷം വെറും 10%ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. നമ്മൾ തിരിച്ചറിവ് സംഭവിച്ചതിന് ശേഷം 10% കോൺട്രിബ്യൂഷനാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള 90%വും നമ്മളുടെ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് കണക്ക്. കാരണം അവിടെ നിന്ന് കിട്ടിയ ഇനിഷ്യേഷനാണ് നമ്മളെ ഈ നിലയിലേക്ക് എത്തിക്കുന്നത്. പിന്നെ പറയുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് റെപ്പിറ്റേറ്റീവ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേൺ നമ്മൾ അറിയാതെ അതിലുണ്ടായിട്ടുണ്ട്. ഇത് അറിയാൻ വേണ്ടി നമ്മളൊരു വർക്ക്ഷോപ്പ്, ഒരു ചെറിയ എക്സസൈസ് ചെയ്തു. അതിന് നമ്മുടെ ഡെയിലി ലൈഫിന് 12 സോൺസ് ആക്കി മാറ്റി. മോർണിംഗ് വേക്കപ്പ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, സ്റ്റാർട്ട് റെഡി ടു ഡെയിലി ജോബ്സ്, ദെൻ വർക്ക് അറ്റ് ഹോം, അത് ഫിനിഷ് ചെയ്യുന്ന ടൈം, ദെൻ റീച്ച് ഓഫീസ്, ദെൻ സ്റ്റാർട്ട് വർക്കിംഗ്, പിന്നെ പറയുന്നത് ഉച്ചത്തുള്ള ലഞ്ച് ടൈം, ബാക്ക് ടു വർക്ക്, ഓഫീസ്, ലീവിങ് ഓഫീസ്, ദെൻ റീച്ച് ഹോം
ദെൻ ഡിന്നർ ടൈം, ദെൻ സ്ലീപ്പിംഗ് ടൈം. അപ്പൊ ഇങ്ങനെ 12 സോണായിട്ട് തിരിച്ചു. ഈ 12 സോണിൽ നിന്നും നമുക്ക് ചില സിറ്റുവേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചില പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചില ടൈം സോണുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ ശരിക്കും ഇമോഷണൽ പാറ്റേണിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഈ പാറ്റേണിൽ ഈ 3 തരത്തിലുള്ള സിറ്റുവേഷനിലും പേഴ്സണലിലും ടൈം സോണിലും ഒരേപോലുള്ള ഇമോഷൻ പാറ്റേൺസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്ന് അനലൈസ് ചെയ്ത് അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന ഇമോഷൻ പാറ്റേൺസിലെ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ല, ഇന്റേണൽ ആണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ള ട്രിഗേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ 3 മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന 3 മെത്തേഡുകൾ, ഒന്ന് സിറ്റുവേഷൻ ആണ്, ഒന്നാമത്തെ മീനിങ് ആണ്, രണ്ടാമത്തത് ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, മൂന്നാമത്തത് എന്ന് പറയുന്നത് ഫോക്കസ്, പേയിങ് അറ്റൻഷൻ. പേയിങ് അറ്റൻഷൻ. 3 തരത്തിൽ മീനിങ്, ബോഡി ലാംഗ്വേജ്, ഫോക്കസ്. ഈ 3 തലത്തില് നമുക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അർത്ഥമാണ്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് അർത്ഥമാണോ കൊടുക്കുന്നത്, ആ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്, 10 സെക്കൻഡ് നേരത്തേക്കുള്ള ഒരു അറ്റൻഷന് പകരം ഒരുപക്ഷെ ഒരു ദിവസത്തെ ദേഷ്യമായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. സോ മീനിങ് ചേഞ്ച് ചെയ്താൽ ഈ 10 സെക്കൻഡിനെ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഒത്തിരി സമയം സേവ് ചെയ്യാം, നമ്മുടെ ഇമോഷണൽ. രണ്ടാമത് ബോഡി ലാംഗ്വേജ്. സങ്കടപ്പെടുന്ന ഒരു ബോഡി ലാംഗ്വേജ് നമുക്കുണ്ടായെങ്കിൽ അവളിൽ കൂടെ സന്തോഷം കണ്ടെത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ ദുഃഖത്തിലൂടെ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് സന്തോഷത്തിന്റെ സാധ്യതകളിലേക്ക് ഉയർത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ബോഡിയെ കൂടുതൽ പോസിറ്റീവായിട്ട് നിർത്താൻ പറ്റും. പിന്നെ ഫോക്കസ് എന്ന് പറയുന്നത് പേയിങ് അറ്റൻഷൻ ആണ്. നമ്മൾ പിക്ചോറിയലായിട്ട് നമ്മുടെ ബോഡിക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ മൈൻഡിന് മനസ്സിലാകുന്ന പിക്ചോറിയൽ റെപ്രസെന്റേഷനിലൂടെ നമ്മളിലുള്ള മീനിങ്ങിനെയും അതിൻ്റെ ബോഡി ലാംഗ്വേജിനെയും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മീനിങ് ക്ലിയർ ആണെങ്കിൽ അത് ബോഡി ലാംഗ്വേജ് നമ്മുടെ ബോഡിക്ക് മനസ്സിലാകണം, മൈൻഡിന് മനസ്സിലാകണം. ഫോക്കസ് ക്ലിയർ ആണെങ്കിൽ അത് ബോഡിക്കും മൈൻഡിനും മനസ്സിലാകുന്ന തരത്തിലേക്ക് പിക്ചോറിയൽ റെപ്രസെന്റേഷനിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഈ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ പാറ്റേണിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ഒരു പരിധിവരെ ക്ലൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്ന് പറഞ്ഞതിന്റെ സാരം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ബോഡിയും മൈൻഡും ഒരുമിച്ചുള്ള ഒരു നാണയത്തിന് 2 വശങ്ങൾ. ഇവർക്ക് സ്വന്തമായിട്ട് അസ്തിത്വം, രണ്ടും ഒരുമിച്ച് തന്നെയാണ്. ബോഡിയെ ബാധിക്കുന്ന മനസ്സിനെ ബാധിക്കും, മൈൻഡിനെ ബാധിക്കും, ബോഡിയെ ബാധിക്കും. ദ ആക്ടിവിറ്റി ഓഫ് ദ ബോഡി കറസ്പോണ്ട്സ് ടു ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ ആൻഡ് മൈൻഡ് എന്ന് സാറ് പറഞ്ഞു. നമ്മുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് വലിയ രസം തോന്നി, ക്ലാസ് എടുക്കുമ്പോൾ ഉപയോഗപ്രദമാവും. കൈ പൊക്കി ചിരിച്ചുകൊണ്ട് സങ്കടപ്പെടാൻ പറ്റില്ല എന്നുള്ളത്, സങ്കടപ്പെട്ട് വരുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് മാറ്റിയ സങ്കടം കുറയ്ക്കാനോട് പറ്റില്ല സാറേ? അപ്പോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അതാണ് അതുപോലെ പേയിങ് അറ്റൻഷൻ. കാരണം അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് എനിക്ക് അവിടെ സീറ്റ് ഉണ്ടാവും, യാത്ര പോകുമ്പോൾ ബസ് കിട്ടുമോ ഇല്ലയോ, എനിക്ക് ഉണ്ടാവും സീറ്റ്, എനിക്ക് ഉണ്ടാവും. അത് മനസ്സിന്റെ ഭാഷ പിക്ചറാണ്. സാറ് പറഞ്ഞു പിക്ചറൈസ് എന്നോ വിഷ്വലൈസ് എന്നോ പറയാമെന്ന് പറഞ്ഞു. പിന്നെ മീനിങ് മാറ്റിയെടുക്കുക. അത് നെൽസൺ മണ്ടേലയുടെ ഉദാഹരണം സാറ് പറഞ്ഞു. അത് വലിയൊരു ഉദാഹരണമായി എനിക്ക് വലിയൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നിയത്. ആ 26 വർഷത്തെ വെറുതെ ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്. അപ്പൊ നമ്മൾ ഏത് ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോഴും, ഈ കോവിഡ് സമയത്ത് നമ്മൾ ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാവില്ല, വിഷ്വലൈസ് ചെയ്യാവില്ല, അല്ലേ? ഓക്കെ. അതുപോലെ ഹവായ് ദ്വീപിലെ ആ 4 വാക്കുകൾ, നമുക്കത് സ്വാഭാവികമായിട്ട് നിഷ്കളങ്കമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ് എങ്കിൽ ഓക്കെ. പിന്നെ ഇമോഷൻസ് എല്ലാവരും സ്വാഭാവികം ചോദിച്ചൊക്കെ പറയല്ല അവൻ കാരണം അവര് കാരണം. ഇതിനെല്ലാം പുറമേയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ശരിക്ക് റിയൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ അത് ഇന്റേണൽ തന്നെയാണ്. അപ്പൊ നമുക്ക് വിചാരിച്ചാൽ ഇതിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും ഇമോഷൻ ഇന്റലിജൻസ് എന്നുള്ള ഈ ഒരു മാർഗത്തിലൂടെ ചെയ്യാന്ന് പറയാം. ബാക്കിയുള്ള വിഷയങ്ങൾ സാറെ ക്ലാസ് പൂർത്തിയാക്കേണ്ടതുണ്ട്, നമുക്ക് ലഭിക്കേണ്ടതും ഉണ്ട്. ഓക്കെ, വളരെ സന്തോഷമായി സാർ, വളരെ സിൻസിയറായിട്ട്. അല്ല, എനിക്ക് ഇഷ്ടമായി, എല്ലാം ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് വീട്ടിലിപ്പം പറയാൻ ഞാൻ പോകുന്നത്, ആ ഒരു ദിവസത്തെ 12 രാവിലെ ഉണരുമ്പോൾ മുതലുള്ള രാവിലത്തെ വേക്കപ്പ് എങ്ങനെ, അതെനിക്ക് ശരിയായ സത്യം സാറ് പറഞ്ഞിട്ടോ. രാവിലെ ഉണരുമ്പോഴേ ഇന്നത്തെ ദിവസം എന്ത് നശിച്ച ദിവസമാ, എന്തോ ഒരു മഴ, നശിച്ച മഴ എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങുന്നതെങ്കിൽ ഓക്കെ. അപ്പൊ അത് മുതൽ ഉറങ്ങുന്ന വരെയുള്ള സമയം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ചിന്താഗതി മാനസികാവസ്ഥയെ മാറ്റം വരുത്തുകയാണെങ്കിൽ, അല്ലേ, സിറ്റുവേഷൻ, പേഴ്സൺ, ടൈം സോൺ,
ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഈ 12 കാര്യം നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണത്തിന്റെ കാര്യം തന്നെ ആണെങ്കിലും തൃപ്തികരമായ ഭക്ഷണം കഴിക്കാനുള്ളത് ഒക്കെ എല്ലാം തന്നെ സൂപ്പർ. ലഞ്ച് വീട്ടിലെ വരുന്ന സമയത്തുള്ള ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയാൽ പോലും എന്ത് ചിന്തിക്കാൻ സാറ് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഉണരുന്നപ്പോൾ ഉറങ്ങുന്ന വരെയുള്ള 12 ആക്കി അത് നമ്മളെ ഒന്ന് പോസിറ്റീവായി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാറ്റം ഉണ്ടാവും. വളരെ സാറിന്റെ ക്ലാസ് കണ്ടന്റ് ഓറിയന്റഡ് എന്നുള്ളതല്ല, പ്രോസസ് ആണ് ഓറിയന്റഡ് ആണ്. അതാണ് പ്രോസസ് ഓറിയന്റഡ് ആണ്, പ്രാക്ടിക്കലാണ്, പ്രോസസ് ഓറിയന്റഡ് ആണ്. കണ്ടന്റും ആണ് ആൻഡ് അതോടൊപ്പം പ്രോസസ്. മൈൻഡും ബോഡി എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് ആണ്, അതും പ്രോസസ് ഓറിയന്റഡും ആണ്. താങ്ക് യു രുചി. ഗോഡ് ബ്ലെസ് യു സാർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാം. സാറേ ഒത്തിരി നന്ദി. പറയൂ സാർ. ഞാൻ തോമസ് സാർ ഒരേ കാര്യമാണ് പറഞ്ഞത്. സാബു സാറിന്റെ ക്ലാസ് കേൾക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സാബു സാറിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്, ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് സാറിന്റെ കേൾക്കുന്നത്. സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയാണ്. വലിയ കാര്യങ്ങളാണ് വളരെ സിമ്പിളായി പറയുന്നത്. അതായത് കേൾവിക്കാരന് അത് എത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ജാട കാണിച്ച് ക്ലാസ് എടുത്ത് പോകുന്നവരുണ്ട്. അവർ പോകുന്നതോടുകൂടി അവരെ നമ്മൾ വിടുന്നു. കാര്യം നമ്മളിലേക്കൊന്നും എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാം. 12 കാര്യം പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം. ഞാൻ കുട്ടികളോട് പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. രാവിലെ തല്ലിക്കൊട്ടി എഴുന്നേൽപ്പിക്കുന്ന കുട്ടികളുണ്ട്. തലയിൽ വെള്ളം കോരി ഒഴിച്ചാലേ എഴുന്നേൽക്കൂ എന്ന് പറയുന്നവരുണ്ട്. അമ്മ എന്തിനാ ശല്യം ചെയ്യുന്നത് ചോദിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അത് അനുഭവിച്ച ആളാണ് ഞാനും. ഇങ്ങനെ തലയിൽ വെള്ളം ഒഴിച്ചും ഒക്കെ എഴുന്നേറ്റ ആളാണ്. പക്ഷെ ഇന്ന് ഞാൻ തലേ ദിവസം കിടക്കുന്ന ആ സമയത്ത് എൻ്റെ ചെറിയ പ്രയർ, എൻ്റെ ഉള്ളിലുള്ള പ്രയർ, നന്ദി, ഇത്രയും നേരം ജീവനോടെ ഇരുത്തിയതിനുള്ള നന്ദി പറഞ്ഞിട്ട് 2 കാര്യങ്ങളാണ് ചിന്തിക്കുക. നാളെ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് ആദ്യത്തെ ഏത് കാര്യം ചെയ്യണം, അതിൽ ഏത് കാര്യം ചെയ്യണം, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ അരമണിക്കൂറൂടെ കഴിഞ്ഞ് എഴുന്നേറ്റാൽ മതി എന്ന സെൻസിലാണ് കിടക്കുന്നത്. അത് കറക്റ്റ് അരമണിക്കൂറൂടെ കഴിഞ്ഞേ എഴുന്നേക്കൽ നടക്കൂ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് ആ എഴുന്നേൽക്കൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ നാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. നാളെ ആ കാലമാടന്റെ അടുത്തേക്കാണ് രാവിലെ പോകേണ്ടത് എന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ ടോട്ടൽ കാലമാടനാകാനുള്ള സാധ്യത നമുക്കുണ്ട്. അത് സാറ് വളരെ വ്യക്തമായി തന്നിരിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട് സാർ. നല്ല ക്ലാസ്. ഓക്കെ സാർ. സാറേ, ഞാൻ പ്രസാദ്, ഒരു സംശയം ചോദിക്കാനാണ്. അതായത് സാർ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് മീനിങ്, ബോഡി ലാംഗ്വേജ്, ഫോക്കസ്, ഇതൊക്കെ ചെയ്ത് നമ്മൾ മാറാൻ ശ്രമിച്ചാലും അതൊരു നമ്മളിങ്ങനെ ബോധപൂർവം തന്നെയാണല്ലോ അത് ചെയ്യുന്നത്. സപ്രസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ആ വികാരങ്ങളെ സപ്രസ് ചെയ്യല്ല എങ്കിൽ പോലും അതിനെ നമ്മളിങ്ങനെ മറികടക്കാൻ വേണ്ടി ബോധപൂർവം വേണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ആക്ഷനാക്കി അതിനെ മാറ്റുമ്പോൾ പലതും ഇങ്ങനെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ പോവാതെ ഇങ്ങനെ ഒരു കുറ്റിമ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ നിൽക്കും. അതായത് അങ്ങോട്ട് വിട്ടുപോവില്ല. അതിങ്ങനെ എന്നാലും അങ്ങനെ ആയില്ലേ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ അത് നമുക്ക് സോറി ഉണ്ട് മനസ്സിൽ, ആ ആളോട് അങ്ങനെ പറഞ്ഞത് വേദനയുണ്ട്, എന്നാൽ അയാൾ എന്നെ മനസ്സിലാക്കിയില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇങ്ങനെ കുറ്റിയും ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിൽ അതിങ്ങനെ വല്ലാതെ പ്രശ്നമുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഇതെങ്ങനെയാണ് ഇത് മറികടക്കാന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. രണ്ടാമത്തെ ഒരു കാര്യം, ചിന്തകൾ, ഇപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ട ചിന്തകള് ഇപ്പൊ റിവേഴ്സ് ഗിയറിൽ പോണ പോലെയൊക്കെ ചിലപ്പോ ഇങ്ങനെ ഭൂതകാലത്തിലെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നു. ഇത് ഈ സബ്ജക്റ്റുമായി റിലേറ്റഡ് ആണോ എന്നറിയില്ല ഈ സംശയം. എങ്കിൽ പോലും ഞാനിപ്പോ മൈൻഡും ബോഡിയൊക്കെ ആയതുകൊണ്ട് സാറിനത് പറഞ്ഞ് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടും ചോദിച്ചതാണ്. ഒന്ന് പറയുമോ സാറേ? ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഒന്നും പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു നിർത്തും. ഭൂതകാലത്തേക്ക് പോകുന്നു അല്ലേ? ഭൂതകാലം, അതായത് നമ്മളിപ്പോ കഴിഞ്ഞു പോയ സംഭവങ്ങൾ, ഇപ്പൊ നമ്മള്
അവരോട് ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്, പൊറുത്തിട്ടുണ്ട്, സാരല്ല വിട്ടുപിടിക്കാം എന്നൊക്കെ തോന്നും. അപ്പൊ അതങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു അതൊക്കെ പറഞ്ഞാൽ പോലും അതിൽ നിന്ന് ഇങ്ങനെ വിടുതൽ നേടാതെ ഇങ്ങനെ ഒരു വലയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കാം മനസ്സ്. അതിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റണില്ല. അത് ഭൂതകാലത്തിലേക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ അങ്ങനെയാണല്ലോ വേണ്ടത്. ഫോക്കസ് ചെയ്യുമ്പോ മുന്നിലേക്ക് ഫോക്കസ് ചെയ്താണല്ലോ പോണ്ടത്. ലക്ഷ്യം അതാവണല്ലോ. പക്ഷെ അതിന് തടസ്സമാവുന്ന രീതിയിൽ ഇങ്ങനെ ഭൂതകാലത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അതാണ് അങ്ങനെ വരുന്നത്. എങ്ങനെയാ മൈൻഡ് അതിനെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഒരു ഡൗട്ട്. സാറേ, ഇപ്പൊ നമ്മളെ മനസ്സിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണിത്. ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിന് നമ്മളൊരു മീനിങ് എന്ന് പറഞ്ഞൊരു തലം പറഞ്ഞില്ലേ, മീനിങ് എന്ന് വെച്ചാല് നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു പ്രശ്നത്തിന്റെ മീനിങ് നമ്മൾ കൊടുക്കുന്ന മീനിങ് ആണ്. ഈ മീനിങ്ങിനെ യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തിലേക്ക് അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യാനുണ്ട്, ഒരു റിഹേഴ്സൽ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ റിഹേഴ്സൽ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാണ് റിഹേഴ്സൽ ചെയ്യുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ കൃത്യതയോടുകൂടി ചെയ്യാനാണ്. ഇപ്പൊ സാറിന്റെ ഭൂതകാലം എന്ന് പറഞ്ഞാലും ഈ പറയുന്ന കൊമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന പോലെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ശരിക്കും സാറിന് ആ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ ആ പറയുന്ന ചിന്തകളും അതിനോട് കൂടിച്ചേർന്ന ഇമോഷൻസിന്റെയും ഒരു കുടുക്ക് നമുക്ക് ചുറ്റുമുണ്ട് ചില സാഹചര്യങ്ങളിൽ. നമ്മൾ ആദ്യം പറഞ്ഞ പാസ്റ്റ് ഓൾഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിന്റെ ആ ഒരു പാർട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മുടെ ഈ സിമിലർ സിറ്റുവേഷൻസ് നമ്മളെ റിഹേഴ്സൽ ചെയ്യണം. അപ്പൊ സാറിന് മുമ്പിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ നമ്മൾ വീട്ടിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നു, നമ്മുടെ കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നു, ചെവിയിൽ അവർ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വിളിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അവരത് വെക്കുന്നതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, അവര് വെക്കും. പക്ഷെ നമ്മൾ വിളിച്ചിട്ട് അവർ വെക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അത് രണ്ടാമത്തെ തല ഇതാണ്, അവർ വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല. ഈ കേൾക്കുന്നില്ലാത്ത തലത്തിന് ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ആ പ്രവൃത്തി നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുന്നത് ആ സാഹചര്യത്തെ അവർ തിരിച്ചറിഞ്ഞ് അവർ റിഹേഴ്സൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമിലർ സിറ്റുവേഷൻ ഒരു പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. ഏത് പോലീസുകാരൻ ഒരു പറ്റു എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്ന പോലെ. പക്ഷെ രണ്ടാമതുണ്ടാകുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു റിഹേഴ്സൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇപ്പൊ സാറിന് ഇപ്പൊ 10 സെക്കൻഡ് നമ്മൾ അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി എന്നൊരു പാസ്റ്റ് ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആകണം. കോൺഷ്യസ് ആയിട്ട് ആ സിറ്റുവേഷനെ മാറ്റാൻ ശ്രമിക്കുക. ഒന്നത്. രണ്ടാമത്തത്, സാർ പറഞ്ഞ ഈ സിറ്റുവേഷൻ ഓപ്പൺ ആയിട്ട് പറയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, സാറിനോട് തന്നെ പറയണം. അതുകൊണ്ടാണ് ഈ റിഹേഴ്സൽ എപ്പോഴും മനസ്സിലല്ല, അത് ലൈവാണ്. ലൈവ് എന്ന് വെച്ചാൽ സൗണ്ട്, നമ്മളുടെ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കേൾക്കണം. എന്നാൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ. നമ്മളുടെ മനസ്സിൽ നിന്ന് അത് ഊറ്റിയെടുക്കുന്നതല്ല, നമ്മൾ കേട്ടും കണ്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ കുട്ടിക്കാലത്ത് 6 വയസ്സിന് താഴെയുള്ള കാലഘട്ടങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ് അത് ഒരിക്കലും ഇൻബോൺ ആയിട്ട് കിട്ടുന്നതല്ല. അപ്പൊ കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അത് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അതിനെ ഓവറൈറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും തന്നെ ഒരു പാറ്റേൺ, ഒരു റിഹേഴ്സൽ, ഡമ്മി പരീക്ഷണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ അനുവദിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ അനുവദിക്കണം. അതുകൊണ്ടാണ് ഹിപ്നോസിസം പോലുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരുമോ സാറേ? ഹിപ്നോസിസ് എന്ന് പറയുന്നത് അടുത്ത തലവാ. എന്ന് വെച്ചാൽ ഹിപ്നോസിസ് എന്ന് പറയുന്നത് സാറിന് ഇപ്പം ഇത് പരിഹരിക്കാനേ പറ്റുന്നില്ല, അറിയുന്നുമില്ല. സാറിന് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്താണ് പാസ്റ്റ് ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ അഫോർമേഷനിലൂടെ ഹിപ്നോസ് ചെയ്ത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തലമാണ്. നമ്മളിപ്പോൾ പറയുന്നതെല്ലാം കോൺഷ്യസ് തലത്തിലാണ്. എന്റെ അവയർനെസ് ഉയർത്തി ഞാൻ തിരിച്ചറിഞ്ഞ് മാറ്റുന്നതിനാണ് കൂടുതൽ റൂട്ടഡ് ആയിട്ടുള്ളത്. എന്റെ അവയർനെസ്, ഞാൻ മദ്യപിക്കുന്ന വ്യക്തിയാണ്. കിട്ടുന്ന സുഖത്തെക്കാൾ അധികം അത് ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖമാണെന്ന് ഞാൻ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ ഞാനതിൽ പോകത്തില്ല. പക്ഷെ അത് പറ്റുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതിന് കാരണം അതിന് ചില ഡ്രഗ്സിൻ്റെതായ ചില ഡോപ്പമൈൻ പവറുകളുണ്ട്, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. മൈൻഡിനെ നന്നായി പഠിക്കുക എന്നുള്ളതാണല്ലേ സാറേ? അവനവന്റെ അല്ല, മൈൻഡിന്റെ ഫങ്ഷൻസ് എങ്ങനെയാന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ
സാറിന്റെ സഹോദരനോട് അല്ലെങ്കിൽ സാറിന്റെ ബ്രദർ കൂട്ടുകാരനോട് ഒരു പ്രശ്നമുണ്ട്, സാറിന് വളരെ പ്രശ്നമായ നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് സാറിന്റെ മനസ്സിലുണ്ട് എന്ന് തോന്നിയാൽ, ഞാൻ എന്റെ രീതിയിൽ പറയുവാണെങ്കിൽ സാർ നേരിട്ട് അയാളോട് പോയി ചോദിക്കണം. അയാൾ വഴക്ക് പറഞ്ഞോട്ടെ, ദേഷ്യപ്പെട്ടോട്ടെ, നമ്മളെ അടിച്ചും കൊല്ലുന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അയാളോട് പോയി സംസാരിച്ചാൽ സാർ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലും ആയിരിക്കത്തില്ല ചിലപ്പോൾ അവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതെങ്ങനെയാണ്, അതായത് അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അതാണ് ആ സംഭവിച്ച സംഗതികളുടെ അതിന്ന് വിടുതൽ നേടാൻ പറ്റാത്തതാണ്. അതായത് അങ്ങനെയൊക്കെ ഞാൻ ബേസിക്കലി അങ്ങനെയല്ല, നല്ല മനുഷ്യനാണ്. പക്ഷെ ഒരാളോട് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറയുന്ന ആ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റായ്മയാണ്. അതാണ് സാർ പറഞ്ഞത്. സംഭവിച്ച കാര്യങ്ങൾക്ക് സാറിന്റെ ബോഡി ഉപയോഗിച്ച് സാറിന് അതിന്റെ ഒരു ഫൊർഗീവ്നെസ്സിലേക്ക് വരാൻ പറ്റുന്നില്ല. സാറ് പറഞ്ഞ ആള് ക്ഷമിച്ചു, സാറ് ഉപദ്രവിച്ചോ അല്ലെങ്കിൽ സാറിനെ ഉപദ്രവിച്ച ആൾക്ക് ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ സാറിന് അത് മറക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രശ്നം ഇതാണ്. സാറെന്താ വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നമ്മൾ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ നമ്മൾ ഹർട്ട്ഫുൾ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു കുറ്റബോധമാണിത്. ഇങ്ങനെ ഉണ്ടാകുക കാരണം നമ്മൾ അറിയത്തില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ഇമോഷണൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. പ്രത്യേകിച്ച് അവരുടെ മരണശേഷമൊക്കെ ശരിക്കും റിഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് മാറുകയില്ല. പക്ഷെ ലൈഫ് ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സമയത്ത്, ഈ വ്യക്തി നിലവിലുള്ള സമയത്ത് നമ്മൾക്ക് ആ വ്യക്തിയുമായിട്ടൊരു ചങ്ങാത്തം കൂടി അയാൾ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാൻ പ്രശ്നമില്ല എന്ന് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അയാളുടെ മനസ്സിൽ പോലും ഇല്ല. ഇതാണ് റിയൽ ലൈഫ്. ഇത് അയാൾ എക്സ്പ്രസ് ചെയ്യാണ്. എന്റെ സുഹൃത്തെ, അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലില്ല, നിങ്ങൾ എങ്ങനെയാണ് വേദനിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടാൽ സാറിന്റെ പ്രശ്നം മാറും. നമുക്ക് വേണ്ടത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ ലെവൽ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അവിടെയാണ് ഈ പറയുന്ന മീനിങ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ തലം അവിടെയാണ്. മീനിങ് ഞാനത് എസ്റ്റാബ്ലിഷ് മറ്റൊരു തലം കണ്ടുപിടിക്കുന്നു. ഞാൻ പ്രശ്നമുണ്ടെന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ചെല്ലുന്നു. സത്യത്തിൽ നമുക്ക് അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പൊ നമ്മളെന്താവും, മണ്ടത്ര എത്ര വർഷമായിട്ട് ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കഷ്ടമായി പോയല്ലോ എന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരും. ഓപ്പൺ ഡിസ്കഷൻ അതെപ്പോഴും വേണം. നമ്മളെ ഏറ്റവും റിലീഫ് വരുന്നത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കും. രണ്ട്, നമ്മളുടെ ഈ പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ഉറപ്പിച്ചതാണ്. സാറ് ശരിക്കുള്ള ഇഷ്യൂ പറയുവാണെങ്കിൽ ഞാനത് കറക്റ്റ് ആയിട്ട് എളുപ്പം പറയാം. ഇപ്പൊ പറയണ്ട, പേഴ്സണൽ വിളിച്ചാലും മതി ഇഷ്യൂ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമ്മളിത് മനസ്സിൽ സൂക്ഷിക്കുവാണ്, ആർക്കും തുറന്നു കൊടുക്കാതെ നമ്മളിത് മനസ്സിന്റെ ആ മാന്ത്രിക ചെപ്പിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പലതും. സാറ് പറഞ്ഞല്ലോ, ബേസിക്കലി നമ്മളൊരു നല്ല മനുഷ്യനാണ്, പക്ഷെ മറ്റുള്ളവരത് തിരിച്ചറിയുന്നില്ലാത്തത് കൊണ്ട് നമ്മളെ പറ്റി അത് ചിലപ്പോൾ ഒരു പക്ഷേ എന്റെ പ്രശ്നങ്ങളാവും എന്ന് എനിക്കറിയാം. അതായത് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുന്നില്ല എന്നൊരു സംഭവമാണ്. സാറ് ബോധ്യപ്പെടണമെന്ന് സാറിന് നിർബന്ധമുള്ളതാണ് പ്രശ്നം. സാറിന് നിർബന്ധമുണ്ട് ബോധ്യപ്പെടണം. ഞാൻ നല്ല വ്യക്തിയാണെന്ന്, ഞാൻ ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്ന് സാറിന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തണമെന്ന് നിർബന്ധമുണ്ട്. അത് സാറിന്റെ മീനിങ് അവിടെ തെറ്റാണ്. തെറ്റാണല്ലേ? മീനിങ് തെറ്റാണ്. അതെന്താണ്, ഞാനെന്തിനാ നിർബന്ധിക്കുന്നത്? അവരെങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പലതും ചെയ്യുന്നു, ഒത്തിരി തിന്മകളും തെറ്റുകളും ചെയ്യുന്നു. എന്നെ കൊണ്ട് അത് നിർത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ നന്മകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അല്ലെ? സാറേ, ഇതിനകത്ത് ഒരു വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഇതൊക്കെ എക്സ്ക്യൂസുകളാണ്. ഈ എക്സ്ക്യൂസിനെ നമ്മൾ ഗ്രേറ്റ്നെസിന്റെ പാതയിലേക്ക് മാറ്റുക. എക്സ്ക്യൂസ് നമ്മൾ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എക്സ്ക്യൂസുകളായിട്ട് മാറ്റരുത്. ഒരു പേഴ്സൺ എക്സ്ക്യൂസ് ആണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എക്സ്ക്യൂസ് ആണ്, ഒരു ടൈം സോൺ ഒക്കെ എക്സ്ക്യൂസുകളായിട്ട് നമ്മൾ മാറ്റും. കാരണം ആ ഒരു വ്യക്തി കാരണം എന്റെ ജീവിതം ഇങ്ങനെയായി, ഒരിക്കലും അല്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. അതാണ് എന്റെ മീനിങ്. ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ ഒന്നും എന്നെ ഇങ്ങനെയാക്കാൻ പറ്റില്ല, ഞാനാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഞാനാണ് അതിന്റെ സൂത്രധാരൻ എന്ന് ഞാൻ എൻ്റെ മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറൊരു മീനിങ് ആണ്, മറ്റൊരാൾ എനിക്ക് ചെയ്തില്ല. അതാണ് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത്. ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാൽ നിനക്ക് എനിക്ക് തരാം, അല്ലെങ്കിൽ നീ എനിക്ക് ഇങ്ങോട്ട് തരുമെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ഡിമാൻഡിങ് തലത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് മീനിങ് നമ്മുടെ വ്യക്തിപരമായ മീനിങ്ങിലായി പോകും. അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്.
ഓക്കെ സാർ, ഞാൻ എന്തെങ്കിലും തുടർന്ന് ആവശ്യം വരികയാണെങ്കിൽ പേഴ്സണൽ സാറിനെ വിളിക്കാം. വിളിച്ചോളൂ, തീർച്ചയായിട്ടും വിളിച്ചോളൂ. കാരണം നമ്മളുടെ പർപ്പസ് മാത്രം നോക്കുക. നമുക്ക് പ്രശ്നം ഉണ്ടാകരുത്, മറ്റുള്ളവർക്ക് ഗുണവും ഉണ്ടാകണം. സാറേ, ഈ ടോപ്പിക്ക് സാറ് നേരത്തെ പലരും സൂചിപ്പിച്ചു തന്നെയാണ്. വളരെ ലളിതമായിട്ട് പറയുന്നു, ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ പറയുന്നു എന്ന് മാത്രമല്ല, വളരെ കുറേ കാര്യങ്ങൾ ആറ്റിക്കുറുക്കി വളരെ കുറച്ച് സമയം കൊണ്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളത് എക്സാമ്പിളുകളായിട്ടും ലളിതമായിട്ടും ഒക്കെ പറയുമ്പോൾ അത് ഒരു ദുർഗ്രാഹ്യതയും ഇല്ലാതെ സാർ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ബോധ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ടും കൂടിയാണ് ഞാൻ എൻ്റെ ഈ ഒരു സംശയം കൂടിയും ചോദിക്കാൻ പറ്റിയ സന്ദർഭം ആളുമാണെന്ന് കണ്ടതുകൊണ്ടും കൂടിയാണ് സാറെ ചോദിച്ചത്. താങ്ക് യു. തീർച്ചയായും പ്രസാദ് സാറ്, ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ 2 വാക്കുകൾ എടുത്ത് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞാല് ഈ പ്രോബ്ലം തീരും. 1 എന്നിട്ടും, 2 എങ്കിലും. ഞാൻ പ്രസാദ് സാറിനെ കാണും, എന്നിട്ടും പ്രസാദ് സാറിന് അത് മനസ്സിലായില്ലല്ലേ? ഞാൻ എത്ര സംഘമായിട്ടാണ് സാറിനോട് പെരുമാറിയത്. എങ്കിലും പ്രസാദ് സാർ എന്നോട് അത് തന്നെ ചെയ്തില്ലേ? ഞാൻ എത്ര കാലമായി സാറിനെ സംരക്ഷിക്കുന്നു, എന്നിട്ടും സാർ അത് ചെയ്തില്ലേ? ഈ 2 വാക്കുകൾ സാർ, ഈ 2 വാക്കുകൾ ഇല്ലെങ്കിൽ സാറിന് അവിടെ ടാർഗറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. സാർ ഈ എന്നിട്ടും എങ്കിലും എന്ന 2 വാക്ക് അതിനാവശ്യമില്ലാത്ത മീനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു ഉദാഹരണം 1 മിനിറ്റ് കൂടെ എടുത്ത് ഞാൻ നിർത്താം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്ന ആള് അയാളുടെ അച്ഛനുമായി പിണങ്ങിയിട്ട് മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ, ഒരു പാൽപിറ്റേഷൻ സ്റ്റൈലില് അയാളുടെ ഭാര്യയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഓണ ദിവസം എല്ലാവരും തറവാട്ടില്ല, അച്ഛൻ, അമ്മ. അച്ഛൻ ലേശം മദ്യപിക്കുന്ന ആളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ജെന്റിൽമാനാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾക്ക് എന്തോ തിരക്കുണ്ടായപ്പോ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പോണു. അച്ഛനെ നോക്കിയപ്പോ അച്ഛൻ്റെ മൂഡ് വലിയ ശരിയല്ലാത്തത് കൊണ്ട് അമ്മയോട് പറഞ്ഞല്ലോ. മക്കളെയും കൂട്ടി പുറത്തിറങ്ങിയപ്പോ അച്ഛനൊരു കമന്റ് പറഞ്ഞു, കുഞ്ഞുണ്ണിയും കുട്ടിയോളും പോണു. സാറെ വാക്ക് ശ്രദ്ധിക്കുക, കുഞ്ഞുണ്ണിയും കുട്ടിയോളും പോണു. ഈ വ്യക്തി ഇത് കേട്ടു. അപ്പൊ ഭാര്യ പറഞ്ഞു, വിട്ടേക്ക്, ആ മനുഷ്യൻ ലേശം മദ്യപിച്ചിട്ടുണ്ട്, നിങ്ങൾ വിട്. ആ മനുഷ്യൻ പറഞ്ഞു, എന്നാലും എൻ്റെ അച്ഛനായിട്ട് ഈ ഓണമായിട്ട് എന്നെ കുഞ്ഞുണ്ണിയാക്കിയില്ലേ, ഞാൻ കുഞ്ഞുണ്ണിയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വലിയൊരു ശത്രുതയുമായിട്ടാണ് ഇറങ്ങിപ്പോയത്. ആ മനുഷ്യന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതിന്റെ അടുത്ത ദിവസമാണ് ശ്രീമതി എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അദ്ദേഹം ആ സമയത്ത് എടുത്ത മീനിങ് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, അത് മാറ്റാൻ ഞാൻ സഹായിച്ചു. ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ, സാർ താങ്കൾ കുഞ്ഞുണ്ണിയാണോ? കുഞ്ഞുണ്ണിക്ക് മക്കളുള്ളതായിട്ട് എനിക്കറിയില്ല, താങ്കൾ കുഞ്ഞുണ്ണിയാണോ? അവിടെ ഒരു ബിഗ് സൈലന്റ് വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ വിഷമം മാറ്റാൻ താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കിതാണ്, ഞാൻ കുഞ്ഞുണ്ണി അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ മീനിങ് മാറ്റിക്കൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു, എനിക്ക് അച്ഛനോട് ക്ഷമ പറയുന്നു. കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല സർ. താങ്ക് യു സർ, താങ്ക് യു. ബാബുചേട്ടൻ പറയും. ജോസാറ ഒരു സെക്കൻഡ്, ബാബുചേട്ടൻ പറഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടി ബാബു സാറിന്റെ ക്ലാസ് ഞാൻ കേൾക്കുകയാണ്. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്തിൽ ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം, നല്ലൊരു ഭാഗം സമയവും അയാളുടെ മനസ്സെലവഴിക്കുന്നത് വർത്തമാനകാലത്തിലല്ല. അയാൾ വർത്തമാനകാലത്തിലാണ് ജീവിക്കുക. പക്ഷെ ഭൂതകാലത്തിലും ഭാവി കാലത്തിലായിരിക്കും നല്ലൊരു ഭാഗം ചിന്തയും വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന് മിക്കവാറും പ്രോബ്ലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. വർത്തമാനകാലത്തിൽ ഉറച്ചു നിന്ന് കാര്യങ്ങളൊക്കെ വളരെ സ്റ്റഡി ചെയ്ത് നീങ്ങുകയാണെങ്കിൽ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. സാറിന്റെ പ്രഭാഷണത്തിൽ ഏകദേശം അത് തന്നെയാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ സാറ് അവസാനം പറഞ്ഞൊരു വിഷയമാണ്, ഒരു ദിവസം എങ്ങനെ നമ്മൾ വൈകുന്നേരം വരെ ഒരു
പ്രശ്നത്തിന്റെ മേലെ നഷ്ടപ്പെടും എന്നുള്ളൊരു വിഷയം സാറ് പറഞ്ഞു. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. രാവിലെ തന്നെ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, വണ്ടി എടുത്ത് ഞാൻ പുറപ്പെട്ടു. ആദ്യമായി ഒരു യാത്രക്കാരൻ്റെ വണ്ടിയിൽ കയറി. അയാളുടെ യാത്ര അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് 500 രൂപ തന്നു. ചില്ലറ എൻ്റെ കയ്യിൽ കൊടുക്കാനുമില്ല, അയാളുടെ അടുത്തുമില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് ദേഷ്യം വന്നു. കാരണം ഞാനെന്താ ചെയ്യുക? അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം എന്താ ചെയ്യുക? നമ്മൾ തമ്മിൽ അതിൻ്റെ പേരിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സോൾവ് ആയെങ്കിലും അന്ന് വൈകുന്നേരം വരെയും രാത്രി ഉറങ്ങുന്നത് വരെയും ഈ പ്രശ്നം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി വരുന്നതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ നോക്കിയാൽ ആ പ്രശ്നം തീർന്നുവല്ലോ. ഒരിക്കലും അങ്ങനെ ഒരു ചില്ലറ കൊടുക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വരുന്ന ആളെ ഇതേമാതിരി തന്നെ എന്തൊക്കെയോ ആലോചിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവരിത് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. ഇയാൾക്ക് ചില്ലറ ഉണ്ടാവില്ല എന്നോ ഞാനിത് കൊടുക്കേണ്ടതാണെന്നോ അവർ നിരവധി പ്രോബ്ലം അവർക്ക് ഉണ്ടാവാം. അപ്പോൾ സാറ് പറഞ്ഞത് കറക്റ്റാണ്. നമ്മളതിനെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ ഒരു ദിവസം നഷ്ടപ്പെടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതായാലും വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് സാറിൻ്റെ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും സാധിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ എന്നാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ്. ഓക്കെ ബാബുചേട്ടൻ, താങ്ക് യു. ജോസ് സാർ പറയും. ജോസ് സാർ കേൾക്കാമോ? ഹലോ. പറയും സാർ. സാറേ, ഈ ക്ലാസ് കേട്ടപ്പോൾ നമ്മളിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു കാര്യം എനിക്കിങ്ങനെ തോന്നിയത്, സാറിപ്പോൾ ഈ മീനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ മീനിങ്ങിന്റെ കാര്യത്തില് നമ്മള് ആ ഒരു സംഗതിയിൽ നമ്മള് ഒരു തെറ്റായ ഒരു നിഗമനത്തിലെത്തി എന്നുള്ളതാണല്ലോ എൻ്റെ പ്രശ്നം. അത് നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ ആ മീനിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ശരിയും. പക്ഷെ നമ്മൾ കാണുന്ന ആ സംഗതി ശരിയായുള്ളൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണുമായിട്ട് ഒരാളൊരു പിള്ളേരിയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഭാര്യയുടെ കേസ് കേട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നു. ഇത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് വളരെ അപകടപ്പെടുത്തുന്ന ഒരു സംഗതിയാണെന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ ഒരു മീനിങ്ങിന്റെ പ്രശ്നമില്ല, കാര്യം അതൊരു തെറ്റായ സംഗതി തന്നെയാണ്. പക്ഷെ ഇത് നമ്മളെ ബാധിക്കുന്നുണ്ടെന്നാ. ഇവരെ തിരുത്തി ഇല്ലെങ്കിൽ ഇവരെന്നിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പ്രശ്നം അവിടെ നമ്മളെ ബാധിക്കുന്നു. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത്. നമുക്കൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചിന്തിക്കുന്നതിന്റെ പാറ്റേൺ കുഴപ്പം കൊണ്ടാണെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ പാറ്റേൺ ശരിയാണ്, കാര്യം അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്കിനും അവരിത് ഇയർഫോൺ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമുക്കത് തെറ്റായിട്ട് നമ്മളതിനെ മിസ്ജഡ്ജ് ചെയ്തു. അന്നേരം അത് ക്ലാഷ് ഉണ്ടായി. പക്ഷെ ഇവരിങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെ കാണിക്കുകയാണ്. അവർക്ക് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ വിളിക്കുന്നു കേൾക്കുന്നില്ല, മറ്റൊരാൾ വിളിക്കുന്നു കേൾക്കുന്നില്ല, അവരുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്കത് നമ്മുടെ ഒരു തെറ്റല്ല, അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്കാണ്. പക്ഷെ നമുക്ക് തിരുത്താനും അവരെ അത് കൺവിൻസ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ഇമോഷണൽ ഇംബാലൻസ് നമുക്ക് വരികയാണ്. അതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞ രീതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാമല്ല. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് സാറിന് മനസ്സിലായോ എന്ന് എനിക്കറിയാമല്ല. പക്ഷെ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാനും അനുഭവിക്കുന്നതാണ്. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മളിപ്പം ലൈവായിട്ട് ലൈവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാ കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അവിടെ ഞാൻ പറയാം, ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് പറയാം. ഞാൻ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിങ് അവരുടെ മീനിങ് അല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ് അർത്ഥം. നമ്മുടെ മീനിങ് അവരുടെ മീനിങ് അല്ല, നമ്മുടെ മീനിങ് അവരുടെ മീനിങ് ആകത്തുമില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തലം എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ കൂടുതൽ ശ്രദ്ധയോടെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. ഈ കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സാറേ, അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രസ്റ്റ് ചെയ്യുന്ന പ്രശ്നമല്ല ഇത്. അവരെ ട്രസ്റ്റ് ചെയ്താലും അവരിൽ കാണുന്ന ഒരു കുഴപ്പം
നമുക്കത് വേണേ കണ്ടില്ല എന്നടിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണേ മാനേജ് ചെയ്യാം. പക്ഷെ അങ്ങനെ മാനേജ് ചെയ്താൽ അവർക്ക് അത് കുഴപ്പം വരാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നമാണ് വരുന്നത്. ഇല്ല സാർ, അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിൽ വന്ന ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ മോള് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസിൽ, ഞാനും കമ്പ്യൂട്ടർ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് നമ്മുടെ വിഷയം. ഞാൻ ആദ്യമേ നിരുത്സാഹപ്പെടുത്തി, എനിക്ക് താല്പര്യമില്ലാതെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു, പല രീതിയിലും പറഞ്ഞു നോക്കി, നടക്കത്തില്ല. കാരണം ലോജിക്കൽ ഡിമാൻഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലാണ് ആളുകളുടെ മുമ്പിൽ. ഇപ്പൊ എൻ്റെ സ്റ്റാറ്റസ് ഉയരണമെങ്കിൽ അത് തന്നെ വേണം. ചോദിക്കുന്നതാണ് എന്തിനു പഠിക്കുന്നു? കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ ചോദ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ചോദിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലേ? പിന്നെ നമ്മൾ ഒത്തിരി ആൻസറുകൾ പറയണം. കോളേജ് ഏതാണ്? ഇതൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിപ്പോയി. ഇതിനകത്തൊരു മാർഗ്ഗമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ ഒരു അപ്പം ഞാൻ അനുഭവിച്ച ഒരു കാര്യം പറയാം. ഞാൻ സമയത്ത് അന്ന് ഓൺലൈനിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു. ജസ്റ്റ് 2 ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ടുള്ളൂ. ആദ്യത്തെ വർഷം നമ്മൾ സാധാരണ കുട്ടികൾ, ഇപ്പോൾ ഉള്ള കുട്ടികൾ എത്രമാത്രം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇവർ പഠിക്കാത്ത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് എത്രമാത്രം കോഴ്സ് വർക്ക് അല്ലെങ്കിൽ എത്രമാത്രം വർക്കുകൾ ചെയ്യാമോ, എത്രമാത്രം അസൈൻമെന്റ്സോ സെമിനാറുകളോ അതുപോലത്തെ അസൈൻമെന്റ് ചെയ്യാമോ, അത്രമാത്രം അവർ ഡിമാൻഡ്ഫുൾ ആണ്. കാരണം അവർക്ക് അവരുടെ സൊസൈറ്റിയിലുള്ള കുട്ടികളോട് അല്ലെങ്കിൽ അവരോട് ചേർന്ന് കുട്ടികളോട് കൂടി ചേർന്ന് നിൽക്കണമെങ്കിൽ ഇതൊരു കമ്പൽസറിയാണ്. ഈ കമ്പൽസറിയുടെ സിറ്റുവേഷൻ അറിയാതെ ഞാൻ നിരുത്സാഹപ്പെടുത്തി. കാരണം ഞാൻ അങ്ങനെ നെറ്റൊന്നും കൊടുക്കത്തില്ല, അതിനുള്ള സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് സഫർ ചെയ്തതെന്ന് വെച്ചാൽ വിത്തിൻ 6 months നമ്മൾ മനസ്സിലായി നമ്മുടെ കുട്ടി വളരെ ബാക്കായി. കാരണം ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ എല്ലാവരുടെയും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഓൾറെഡി എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് കൊണ്ടും അവര് ഈ ഒരു കോൺസെപ്റ്റ് അവർക്ക് അറിയാവുന്നത് കൊണ്ടും അവര് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലിഫ്റ്റഡായി. അവർ ഒത്തിരിയും വർക്കുകൾ അവധി കിട്ടുമ്പോഴൊക്കെ ഇവർ നെറ്റിൽ കയറുന്നു, രാത്രി മുഴുവൻ ഇരിക്കുന്നു, പുതിയ അസൈൻമെന്റ് ചെയ്യുന്നു. വിദേശത്ത് ആരുടെ കൂടിയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇവരിങ്ങനെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. അധികം പേര് ചെയ്യുന്നത് ഹാക്കിംഗ് ആണ്. അതൊരു പാഷനാണ് അവർക്ക്. ഇതെല്ലാം ചെയ്ത് ഈ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ സിദ്ധാന്തം അവിടെ അപ്ലിക്കബിൾ അല്ല. എൻ്റെ മീനിങ്ങിന് ഒരു വിലയില്ലാതായി. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു. പിന്നെ ആ മീനിങ്ങിലേക്ക് വരാൻ വേണ്ടി ഒത്തിരി സമയമെടുത്തു. ഇപ്പോഴും പലപ്പോഴും അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഒരു ബിലീഫ് സിസ്റ്റം, എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ ഞാൻ പറയുന്നത് ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും സാറി പറയുന്ന അതേ സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ ക്യാൻ ട്രസ്റ്റ്, അൺകണ്ടീഷണലി ഐ ക്യാൻ ട്രസ്റ്റ്. കാരണം സർവൈവൽ സ്ട്രാറ്റജിയാണിത്. സാറ് പറയുന്നത് സാറ് ചിന്തിച്ച ആ സാധനം തെറ്റായിരുന്നു, അവരുടെ ഭാഗമായിരുന്നു ശരി എന്നുള്ളതാണ് സാർ പറയുന്നത്. തെറ്റല്ല, അല്ല, നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. മിസ്റ്റേക്ക് അല്ല, സാഹചര്യങ്ങളുടെ വിലയിരുത്തലനുസരിച്ച് അങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു കാര്യത്തെ പറ്റി സാറിന് അറിവില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് അറിവുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അറിവുള്ള കാര്യമാണ്, അവർക്കറിയില്ല. അറിവുള്ള കാര്യം ശരിയാണ് സാർ. ഇപ്പൊ സാറ് പറയുന്ന പോലെ നമുക്കറിയാലോ, സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ നമ്മളെ അവർ മാക്സിമം ചൂഷണം ചെയ്യും. നമ്മളുടെ ടൈമും നമ്മുടെ വിലയേറിയ എല്ലാവരും എടുക്കും. കൂടി വന്നവർ പണം തരുമായിരിക്കും. ഇപ്പൊ പണവും തരുന്നില്ല. ഇതില്ലാതെ തന്നെ നമ്മളെ മുഴുവൻ ചോർത്തിയെടുക്കും. അവസാനം നമ്മളിപ്പോൾ അണ്ടർ പെർഫോംഡ് ആണെങ്കിൽ നമ്മൾ ഔട്ടുമാകും. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇൻഡസ്ട്രി ഇതാണ്. ഇവിടെ എത്രമാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇവിടെയാണ് നമ്മൾ ട്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ലെറ്റ് us see, ഫിസിക്കലി മെന്റലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. ബാക്കി കാര്യങ്ങൾ സദാവും ചെയ്യുക. ഈ ഒരു ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരോട് എത്രമാത്രം ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അവർ നേരെ റിവേഴ്സ് ആകും നമ്മളോട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ട്രസ്റ്റ് ബിലീഫ് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഇതുവരെ നമ്മൾ മോഹൻലാലൊക്കെ പറയുന്നത് ഇതുവരെ കാണിക്കാത്ത കഴികളിൽ കൂടെയൊക്കെ നമ്മൾ നടക്കേണ്ടി വരും എന്ന് പറയുന്ന പോലെ കുറച്ച് ഒരു പാറ്റേൺ മാറി ചിന്തിക്കേണ്ടി വരും. അതിൽ നമ്മൾ ട്രസ്റ്റ് ആക്കുക. സാറിന്റെ കൺസേൺ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതേ എല്ലാവർക്കും, ഈവൻ ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓൺലൈൻ ക്ലാസ് നടക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഒറ്റ കുട്ടികൾ പോലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. മെജോറിറ്റി കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. മൊബൈൽ എല്ലാവർക്കും ഉണ്ട്. ഒരു കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ ഒരു ടീച്ചർ പറഞ്ഞത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലെ മെജോറിറ്റി കുട്ടികളും കറക്റ്റായിട്ട് ക്ലാസ്സിലുള്ള എന്താ പറയുക അസൈൻമെന്റ് കൊടുക്കുന്നില്ല. എന്ത് പറഞ്ഞിട്ട് നടക്കുന്നില്ല. അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കൺസേൺ. ഈ കൺസേണിനെ നമ്മളുടെ ബിലീഫ് സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ അത് നമ്മളുടെ സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ മീനിങ് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ മീനിങ് മാറാൻ പോകുന്നില്ല. കാരണം അവരുടെ വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. ടഫായിട്ടൊരു കാര്യമാണ്. യെസ് എക്സാക്ട്ലി, അത് തന്നെയാണ്. സൊല്യൂഷൻ അത്ര എളുപ്പമല്ല.
ഇവിടെയാണ് നമ്മൾ ആ ജനറേഷൻ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞത്. നമുക്കിത് കൺസീവ് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇനി നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നു അതുമില്ല. നമുക്ക് എന്തിനും അവരുടെ സഹായം വേണം. നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെയാണ് എക്സാക്ട്ലി നമ്മളെ തുടക്കം ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഓൾഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ തലം വരുന്നത്. ഇത് നമ്മുടെ ഫെയ്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഫെയ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ നെഗറ്റീവിലല്ല, ഇതും ഒരു തലമാണ്. ഓക്കെ ഓക്കെ സാർ. അപ്പൊ വേറെ ഇനി ആർക്കും എന്തെങ്കിലും ഉണ്ടോ? പ്രേമം, പലക്ഷൻ സാർ. നമസ്കാരം. ആ പറയൂ സാർ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സാർ, കാരണം നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഞാൻ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അത്ര ലെവലിൽ എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സാറിന് നല്ല ക്ലാസ് ആണ്, കുറെ മനസ്സിലായ നല്ല കാര്യങ്ങള് ഇൻഫോർമേറ്റീവ് ആണ്. കാരണം ഈ സിറ്റുവേഷൻ നമ്മളിങ്ങനെ ക്ലാസ് ഒന്നും കേട്ടില്ല, എങ്കിലും കുറെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞാൻ എന്നാലും സാറിനോട് ഒന്ന് രണ്ട് ചോദിക്കാം. കാരണം അങ്ങനെ വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ. എമോഷൻസിന്റെ മനസ്സും ശരീരവും തമ്മിലുള്ള ആ ഇതിലാണ് നടക്കുന്നത്. മനസ്സിനും പറ്റിയ ശരീരത്തിനും മനസ്സിനും പറ്റും. അപ്പൊ ഇതിന് ബുദ്ധിക്കും ഈഗോക്കും എന്തെങ്കിലും ഇൻവോൾവ്മെന്റ്, എന്താ ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ നല്ലത്. ബുദ്ധി ഈഗോ എന്ന് പറയുന്നത് മനസ്സിന്റെ തലമാണ് സാറേ. ഈഗോ എന്ന് പറയുന്നത്, ബുദ്ധി എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ തല. പക്ഷെ ബുദ്ധി നമ്മൾ നേരെ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും വിഷയമുണ്ടോ? എന്താ പറഞ്ഞു സാർ? ബുദ്ധിയും, അതായത് ബുദ്ധി, ഈഗോ, ഇത് നമ്മൾ ഈ തലങ്ങൾ, ഈ എമോഷൻസിന്റെ ഓരോ തലങ്ങളിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഇൻവോൾവ് ആവുന്നുണ്ടോ, ആവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ ബുദ്ധിയാണ് നമ്മളെ മീനിങ്ങിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. എനിക്കിപ്പം ആ പുള്ളിയോട് ക്ഷമിക്കാൻ തയ്യാറല്ല, അങ്ങനെ ഞാൻ ക്ഷമിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ബുദ്ധിയല്ലേ. അതിൻ്റെ കൂടെ ഈഗോയും വരും. അത് തീർച്ചയായിട്ടും വേണം, സംശയമില്ല. നമ്മൾ ചെയ്യാനുള്ളത് അൺകണ്ടീഷണൽ ആയിട്ട് ഈ സിറ്റുവേഷനെ, സാറിന് ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ, പറഞ്ഞതിന്റെ എസൻസ് ഇത്രേ ഉള്ളൂ, എൻ്റെ ശരീരത്തിന് പ്രശ്നം വരാത്ത രീതിയിൽ ഇത് സോൾവ് ചെയ്യണം. നമ്മൾ അങ്ങനെയല്ലേ ഒരു പ്രശ്നത്തെ പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഇലയ്ക്കും ഉള്ളിനും ഇല്ലാത്ത രീതിയിൽ ഇതൊന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിക്കുന്ന തലം അതാണ്. ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങൾ വിസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത്. പ്രശ്നങ്ങൾ വിസിബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റാൻ പറ്റാത്ത വിധം സങ്കീർണമായി. ഇതൊരു കോംപ്ലക്സ് ഇമോഷനാണ്. അതാണ് നമ്മൾ 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാം കോംപ്ലക്സ് ഇമോഷൻസ് ആണ്. ആ കോംപ്ലക്സ് ഇമോഷൻസിനെ നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ബോഡി എങ്ങനെയൊക്കെയോ വലിച്ചുകൊണ്ട്, അതാണ് നമ്മുടെ ശരീരത്തിന് പോലും നാണക്കേട് വരുന്ന രീതിയിൽ നിന്റെ മനസ്സ് പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നം പറ്റിയതെന്ന് പലപ്പോഴും നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാറുണ്ട്. നാക്കൊന്നകത്ത് വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നോ? അപ്പൊ ഇതെല്ലാം സാഹചര്യങ്ങളാണ്. ഇത് കൺട്രോളിൽ വരുത്താന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഈ ഒരു നല്ല സ്പിരിച്വൽ ആയിട്ടൊരു വ്യക്തി ആരോടെങ്കിലും വഴക്ക് കൂടുവോ, ബഹളം വെക്കുവോ, പിണങ്ങുവോ ഒന്നും ചെയ്യുന്ന കാണാറില്ല. നല്ലൊരു സ്പിരിച്വലെ കണ്ടെത്താൻ വലിയ പാടായിരിക്കും കേട്ടോ. നമ്മളിപ്പോ ഒരു സ്പിരിച്വൽ വ്യക്തിനെ പോയി കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ലേ. പക്ഷെ നല്ലൊരു സ്പിരിച്വലായ വ്യക്തി മാക്സിമം സൈലൻസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ തന്ത്രം. മാക്സിമം കാര്യങ്ങൾ പറയാൻ, മിനിമം കാര്യങ്ങൾ മാത്രം പറയും. മാക്സിമം സബ്മിസീവ് ആകും. പറയാനുള്ളത് അളന്ന് തൂക്കി പറഞ്ഞു വിടുന്ന ഒരു വ്യക്തി. ആർക്കും ഒരു ശല്യവുമില്ല, ബുദ്ധിമുട്ട്. ഇതാണ് ഒരു തലം. ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ അതൊരു തിരിച്ചറിവിന്റെ തലമാണ്. ആ ഒരു തലത്തിൽ ബുദ്ധി ഉണ്ടായില്ലാത്ത, തീർച്ചയായിട്ടും ബുദ്ധിയുടെ തലമാണത്. ബുദ്ധി എന്നൊക്കെ പറയുന്ന എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ്, ഇന്റർലിങ്ക്ഡ് ആണ്. സാറേ, ഇത് നമ്മൾ സാധാരണ ഇത് അനലൈസ് ചെയ്യുന്നത് എപ്പോഴും ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് ഇച്ചിരി ഈസി ആയിട്ട് കിട്ടും. നമ്മള് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ സാഹചര്യങ്ങൾ ഇത് പറഞ്ഞു തരുന്നതെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച്, ഈ വിവാഹമോചന കേസുകൾ ഇപ്പൊ കാലത്ത് കൂടി വരിക, പ്രത്യേകിച്ച് ടീനേജേഴ്സ്. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടോ എല്ലാണോ? അതൊന്നുമല്ല, അവർക്കത് ഈ മീനിങ്ങിലേക്ക് അവരൊരിക്കലും വരത്തില്ല. മീനിങ്ങിലേക്ക് വരുത്താനുള്ള ഒരു സാഹചര്യം ഇല്ല. കാരണം സറൗണ്ടിങ്സ്, ചുറ്റുപാടുകളെല്ലാം അതിനേക്കാളും ബെറ്റർ ആയിട്ട് തലങ്ങളാണ്. ഇതൊന്നും ഇല്ലെങ്കിലും മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും
ഈ സാഹചര്യങ്ങൾ വരുന്നത്. എല്ലാം നമുക്ക് നമ്മളുടെ ശരീരം വെച്ചിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിതൊക്കെ സംസാരിക്കുമ്പോൾ പലതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെയും പോകുന്നുണ്ട്, സാഹചര്യങ്ങളിലൂടെ പോകുന്നുണ്ട്. എന്നാ പറഞ്ഞാലും എൻ്റെ ശരീരവും എൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന പല തലങ്ങളിലും നമ്മൾ പോരായ്മയുള്ളവരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. അതിലൊരു കോംപ്രമൈസ്ഡ് ആകും, അത്രേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഇപ്പം എല്ലാവരും ഒരുപോലെ കാണാൻ പറ്റും. ഞാനൊരു ട്രെയിനറാണ്, എന്നെ പോലെ തന്നെ മറ്റുള്ളവർ ഇതിനേക്കാളും മനോഹരമായി ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് അസൂയ ഉണ്ടാകും. മനുഷ്യസിദ്ധമാണ്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അത് അവർ ചെയ്തോട്ടെ, ലെറ്റ് ദം ഡു, അവർ ചെയ്യട്ടെ. ഞാനും എന്നെ കൊണ്ടാകാവുന്ന ചെയ്യുമെന്നുള്ളത് ഒരു സഹകരണമായ അടിസ്ഥാനം. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ വെറുതെ അറിയാൻ വേണ്ടി. തീർച്ചയായും തീർച്ചയായും താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് നിർത്താം സാർ. തോമസ് സാർ, സാറും തിരക്കൊന്നും ഇല്ലായിരുന്നു തോന്നുന്നല്ലേ? ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഞാനിന്ന് സാറിനോട് മാറ്റി ചോദിച്ചാ സാറിനോട് മാറ്റി വെച്ച് ഓക്കെ. സാറിന്റെ ക്ലാസ് ഇതിനെ കേട്ടിട്ടില്ലേ? സാറിന്റെ ഗ്രൂപ്പിൽ ഞാൻ കയറി സാറിന്റെ